Hello, good evening everyone. Yes, good evening all of you. Voice ഒക്കെ ക്ലിയർ ആണല്ലോ? യെസ്, ഞാൻ പറയുന്നതെല്ലാം വ്യക്തമാണല്ലോ? സൗണ്ട് അല്ല? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മുടെ വെക്റ്റർ ഓൾജിബ്ര. ഓക്കെ, അപ്പോൾ ഇത്രയും കുറേ നാളായിട്ട് നമ്മൾ കാൽക്കുലസിൽ തന്നെ നിന്ന് കളിക്കുകയാണ്. യെസ്, കുറേ നാളായിട്ടല്ലേ ഡിഫറൻഷ്യൽ കാൽക്കുലസ് അല്ല, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, ഓക്കെ, കണ്ടിന്യൂറ്റി, ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രൽസ്, ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒന്ന് മാറി നമുക്കൊന്ന് കുറച്ച് ഭയങ്കര സിമ്പിളായിട്ടുള്ള വേറെ കൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്യുന്ന നല്ലൊരു എളുപ്പമായിട്ട്, അതായത് ഈസി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് വെക്റ്റർ ഓൾജിബ്ര. അപ്പോൾ വെക്റ്റർ ഓൾജിബ്ര എന്ന് പറയുമ്പോൾ ഓൾറെഡി നിങ്ങൾ ഫിസിക്സിനകത്ത് അല്ലേ, ഫിസിക്സിൽ ഇഷ്ടംപോലെ ഏത് പഠിക്കുക, ഫിസിക്സിൽ എന്ത് ക്വാണ്ടിറ്റി എടുത്താലും അവിടെ വരും വെക്റ്റേഴ്സ് എന്ന് പറയുന്നൊരു ക്വാണ്ടിറ്റി അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് വെക്റ്റേഴ്സാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഓക്കെ, അടിപൊളിയായിട്ട് പഠിക്കാം. എല്ലാവരും റെഡി അല്ലേ? യെസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. യെസ്, വെക്റ്റർ ഓൾജിബ്ര. അപ്പോൾ വെക്റ്റർ ഓൾജിബ്രയിൽ നമുക്ക് ഒരു ക്വാണ്ടിറ്റീസ് പറയും അല്ലേ. ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റീസ് ഫസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. എന്തൊക്കെയാണ് ആദ്യത്തെ ആ രണ്ട് ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റീസ്? ഒരു ടൈപ്പ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അതിനെ നമ്മൾ എന്ത് പറയും? സ്കേലാർ ക്വാണ്ടിറ്റീസ്. സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റീനെ നമ്മൾ പറയും വെക്റ്റർ ക്വാണ്ടിറ്റീസ്. ഓക്കെ, എന്തൊക്കെയാണ്? സ്കേലാർ ക്വാണ്ടിറ്റീസ് ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. ഓക്കെ, അപ്പോൾ സ്കേലാർ ക്വാണ്ടിറ്റിയുടെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഒരു മാഗ്നിറ്റ്യൂഡ് അല്ലേ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂവെങ്കിൽ ആ ക്വാണ്ടിറ്റീസിന് നമ്മൾ പറയുന്ന പേരാണ് സ്കേലാർ ക്വാണ്ടിറ്റി. അപ്പോൾ ക്വാണ്ടിറ്റി വിച്ച് ഹാസ് ഒൺലി മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ അല്ലേ, അതിനാണ് സ്കേലാർ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ, മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല. ഇപ്പോൾ മാസ് നോക്കുകയാണെങ്കിൽ മാസ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്റ്റൻസ്, ഇപ്പോൾ മാസ് പറയുകയാണെങ്കിൽ അതിന് ഇത്ര ഗ്രാം അല്ലെങ്കിൽ ഇത്ര kg അല്ലേ, അതിനൊരു ഡയറക്ഷൻ ഇല്ല. ഇനി ഇപ്പം നമ്മൾ എന്താണ് ഡിസ്റ്റൻസ് പറയുകയാണ്, ഇത്ര ദൂരം സഞ്ചരിച്ചു. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ മീറ്റർ, ഇത്ര മീറ്റർ അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ. അപ്പോൾ ഡിസ്റ്റൻസിനും ഡയറക്ഷൻ ഇല്ല. പക്ഷേ തിരിച്ച് ഡിസ്പ്ലേസ്മെൻ്റ് ആകുമ്പോൾ എന്താണ്? ഡയറക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതാ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി വിച്ച് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. രണ്ട് സാധനങ്ങളും ഉള്ളതിനെയാണ് നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് എന്തൊക്കെയുണ്ട്? മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും പ്ലസ് ഡയറക്ഷനും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ഡിഫറൻസ് രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിലുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഒരു ക്വാണ്ടിറ്റി എന്നിട്ട് ഇത് നമുക്ക് സ്കേലാർ ക്വാണ്ടിറ്റി ആണോ വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുണ്ട് 5 seconds. അപ്പോൾ സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ ടൈമാണ് അല്ലേ, നമ്മുടെ ടൈമാണ് സംഭവം. അപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ സെക്കൻഡ്സ്, ടൈമിന് ക്വാണ്ടിറ്റി അല്ലേ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, അതിനൊരു ഡയറക്ഷൻ ഇല്ല ടൈം. അപ്പോൾ ടൈം എന്ന് പറയുന്നത് എന്താണ്? സ്കേലാർ ക്വാണ്ടിറ്റി. ഓക്കെ, ഇത് ഫസ്റ്റത്തെ അപ്പോൾ ആൻസർ എന്താണ്? സ്കേലാർ. സെക്കൻഡ് വണ്ണ് വോളിയം ആണ് അല്ലേ, സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ അതും എന്ത് തന്നെയാണ്? വോളിയവും സ്കേലാർ ക്വാണ്ടിറ്റി. തേർഡ് വൺ 10 ന്യൂട്ടൺ. ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ. അപ്പോൾ എന്താണ്? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, ഒരു ഫോഴ്സ് ഒരു ഡയറക്ഷൻ ഉണ്ടാവും അല്ലേ, എന്നാലേ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇത്ര കിലോമീറ്റർ പെർ അവർ, അപ്പോൾ സ്പീഡാണ്, അതെന്താണ്? അത് നമ്മുടെ സ്കേലാർ ക്വാണ്ടിറ്റി. ഓക്കെ, 10 gram per centimeter cube ഡെൻസിറ്റി ആണ് അല്ലേ, മാസ് ബൈ വോളിയം. ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി. ഇനി അടുത്ത 20 meter per second ടുവേർഡ്സ് നോർത്ത് ആണ്. ഓക്കെ, യെസ്, സ്കേലാർ. ഓക്കെ, 20 meter per second ടുവേർഡ്സ് നോർത്ത്. അപ്പോൾ ലാസ്റ്റ് വണ്ണ് യെസ്, വെരി ഗുഡ് അർച്ചന. അപ്പോൾ ലാസ്റ്റ് വണ്ണിൻ്റെ ആൻസർ എന്താണ്? ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. കാരണം എന്താണ്? ഇത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ, ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, റെഡി? യെസ്, നമുക്ക് വെക്റ്റേഴ്സിൻ്റെ കാര്യം നോക്കാം. വെക്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് വെക്റ്ററിൽ അറിയേണ്ടത് ഒരു പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പൊസിഷൻ വെക്റ്റർ എഴുതാൻ അറിയണം. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്താണ്? പൊസിഷൻ വെക്റ്റർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പോൾ ഒരു എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ എക്സ് ആക്സിസും വൈ ആക്സിസും ഇസഡ് ആക്സിസും. ഇനി ഇതിലൊരു പോയിന്റ് പി ഉണ്ട്. ഓക്കെ, ഒരു പോയിന്റ് പി മാർക്ക് ചെയ്യുന്നു. അതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ
എക്സ് കോമ വൈ കോമ ഇസഡ്. ഓക്കെ, 3 ഡയമെൻഷൻ ആണല്ലോ, അപ്പോൾ 3 കോർഡിനേറ്റ്സ് ഉണ്ടാവും. ഇത് ഒറിജിനാണ്. അപ്പോൾ ഒ മുതൽ പി വരെ വരയ്ക്കുന്ന വെക്റ്ററാണ് പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നത്. ഒ മുതൽ പി, വെക്റ്റർ ഒ പി. അപ്പോൾ പൊസിഷൻ വെക്റ്റർ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ പൊസിഷൻ വെക്റ്റർ മീൻ ചെയ്യുന്ന തന്നെ ഒറിജിൻ മുതൽ ആ പോയിന്റ് വരെയുള്ള വെക്റ്റർ. അപ്പോൾ അത് നമ്മൾ എഴുതുന്നത് എക്സ് ഐ, അതായത് വെക്റ്റർ ഒ പി ഈസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ. ഇതാണ് നമ്മുടെ പൊസിഷൻ വെക്റ്റർ ഓഫ് പോയിന്റ് പി. ഓക്കെ, എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് 2k. ഇനി ഒരു കോർഡിനേറ്റ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ 2, 3, 4 ആണെങ്കിൽ പൊസിഷൻ വെക്റ്റർ ഓഫ് ഒ പി എന്ന് പറയുമ്പോഴത്തേക്കും 2i പ്ലസ് 3j പ്ലസ് 4k. ഇനി ഐ ജെ കെ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഐ ജെ കെ എന്ന് പറയുന്നത് യൂണിറ്റ് വെക്റ്റേഴ്സാണ്. യൂണിറ്റ് വെക്റ്റേഴ്സ് എലോങ് ഐ എന്ന് പറഞ്ഞാൽ ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്റ്റർ എലോങ് എക്സ് ആക്സിസ്, അതായത് എക്സ് ആക്സിസിൽ ഡയറക്ഷനിലുള്ള ഒരു മാഗ്നിറ്റ്യൂഡ് വരുന്ന വെക്റ്ററാണ് ഐ ക്യാപ്പ്. ഓക്കെ, ഐ ക്യാപ്പ് ഇതിപ്പോൾ എക്സ് ആക്സിസ്, ഇത് വൈ, ഇത് ഇസഡ്. ഇനി ഒരു യൂണിറ്റ് വെക്റ്റർ മാഗ്നിറ്റ്യൂഡ് വരുന്ന എലോങ് വൈ ആക്സിസ് ഉള്ളതാണ് ജെ ക്യാപ്പ്. ഒരു യൂണിറ്റ് വെക്റ്റർ മാഗ്നിറ്റ്യൂഡ് വരുന്ന എലോങ് ഇസഡ് ആക്സിസ് ആണ് കെ ക്യാപ്പ്. ഓക്കെ, അതാണ് യൂണിറ്റ് വെക്റ്റേഴ്സ് ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്. ഓക്കെ, റെഡി? യെസ്. അപ്പോൾ നമ്മുടെ വെക്റ്റേഴ്സിൽ പൊസിഷൻ വെക്റ്റേഴ്സ് ഓക്കെ ആയി. ഇനി അടുത്ത് നമ്മൾ സാധാരണ ഇപ്പം ഞാനൊരു വെക്റ്റർ എ ബി 2 പോയിൻറ്റ്സ് വെച്ചിട്ട് പറയുന്നതാ വെക്റ്റർ എ ബി. ഓക്കെ, അത് 2 പോയിൻറ്റ്സ് ഉണ്ട്. എ എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട്. അപ്പോൾ വെക്റ്റർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ ടു ബി വെക്റ്റർ ആണെങ്കിൽ ബിയുടെ അവിടെ ആയിരിക്കും ആരോ വരുന്നത്, അല്ലെങ്കിൽ എ ബിയുടെ മുകളിൽ ഇങ്ങനെ ആരോ ആയിരിക്കും. ഇതാണ് വെക്റ്റർ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ എ ബി എന്ന് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മളവിടെ മനസ്സിലാക്കണം ഫസ്റ്റ് എഴുതി എ ആണ്. അപ്പോൾ പോയിൻ്റ് എ ആണ് നമ്മുടെ ഇനിഷ്യൽ പോയിൻറ്റും, ഇതായിരിക്കും ഇനിഷ്യൽ പോയിൻറ്റ്. പോയിൻ്റ് ബി എന്ന് പറയുന്നത് ടെർമിനൽ പോയിൻറ്റും. ഓക്കെ, ഇത് ഇനിഷ്യൽ പോയിൻറ്റും മറ്റെന്താണ് ടെർമിനൽ പോയിൻ്റ് അല്ലെങ്കിൽ എൻഡ് പോയിൻ്റ് എന്നേ പറയാം. അപ്പോൾ 2 പറഞ്ഞാലും സെയിം തന്നെയാണ്. ഓക്കെ, ടെർമിനൽ പോയിൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് 2 വെക്റ്റേഴ്സ്. ഇനി സാധാരണ ഇതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് ഇപ്പോൾ എ ആണെങ്കിൽ, സ്മോൾ ലെറ്റർ എ ആണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്കിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഇതായിരിക്കും വെക്റ്റർ എ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു മോഡുലസിൻ്റെ സിമ്പിൾ ഇട്ട് കൊടുക്കുക, അല്ലേ? മോഡുലസിൻ്റെ സൈൻ. അപ്പോൾ വെക്റ്റർ എ ബിയുടെ മാഗ്നിറ്റ്യൂഡാണ് കാണണമെങ്കിൽ എ ബി മാഗ്നിറ്റ്യൂഡ് മോഡുലസ്. ഓക്കെ, ഇനി നമ്മുടെ ഇവിടെ തന്നെ നമ്മൾ നേരത്തെ എഴുതിയ പൊസിഷൻ വെക്റ്റർ ഓഫ് ഒ പി. അപ്പോൾ ഒ പി എന്ന് പറയുന്ന വെക്റ്ററിൻ്റെ പൊസിഷൻ വെക്റ്റർ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ആണ്. ഒരു വെക്റ്റർ വന്നിട്ടുണ്ടെങ്കിൽ ആ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണമെങ്കിൽ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. വെക്റ്റർ ഒ പിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ഓക്കെ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. അപ്പോൾ ഇതിനകത്ത് എക്സും വൈയും ഇസഡും ഒക്കെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ആ മൈനസിൻ്റെ സ്ക്വയർ എടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടുത്തെ ആ വാല്യൂ മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് -2 ആണെങ്കിൽ -2 ഹോൾ സ്ക്വയർ എടുത്താൽ അത് +2 ആയിരിക്കും വരുന്നത്, അല്ലേ? അല്ല, +4 ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് ആ 2 സ്ക്വയർ എന്ന് എടുത്ത് ചെയ്താൽ മതി. ഓക്കെ, മൈനസ് ആണെങ്കിലും. യെസ്, കറക്റ്റ്. ഓക്കെ, അപ്പോൾ അടുത്ത ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്റ്റേഴ്സ്, ബേസിക് കാര്യങ്ങൾ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്റ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം അറിയേണ്ടത് സീറോ വെക്റ്റർ. അപ്പം വെക്റ്റേഴ്സും മെട്രിക്സും എന്ന് പറയുന്ന രണ്ടും സെയിം കാര്യങ്ങളാണ്. അതായത് നമ്മൾ മെട്രിക്സിൽ പഠിച്ച പല കാര്യങ്ങളും വെക്റ്റേഴ്സിൽ അതേ സിമിലർ ആയിട്ട് തന്നെ നമുക്ക് വെക്കാൻ പറ്റും. ഇപ്പോൾ മെട്രിക്സിൽ പഠിച്ചു സീറോ മെട്രിക്സ് എന്ന് പഠിച്ചു. സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ എലമെൻറ്റ്സും 0 ഇട്ട് കൊടുത്താൽ അതൊരു സീറോ മെട്രിക്സാണ്. അപ്പോൾ അതേപോലെ ഒരു സീറോ വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്താണ്? 0 ആയിരിക്കും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എന്തായിരിക്കും? 0 ഈസ് ദ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ അതിൻ്റെ നമ്മൾക്ക് അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാം, അതിൻ്റെ എൻഡ് പോയിൻറ്റും ടെർമിനൽ പോയിൻറ്റും, അല്ലേ? ഇനിഷ്യൽ പോയിൻറ്റും ടെർമിനൽ പോയിൻറ്റും സെയിം ആയിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീറോ വെക്റ്റർ. എ വെക്റ്റർ ഹൂസ് ഇനിഷ്യൽ ആൻഡ് ടെർമിനൽ പോയിൻറ്റ്സ് കോയിൻസൈഡ്. ഓക്കെ, അടുത്ത ടൈപ്പ് വെക്റ്റർ യൂണിറ്റ് വെക്റ്റർ. യൂണിറ്റ് വെക്റ്റർ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 വരികയാണെങ്കിൽ അതിനെ യൂണിറ്റ് വെക്റ്റർ എന്ന് പറയും. ഓക്കെ, എ വെക്റ്റർ ഹാവിങ് മാഗ്നിറ്റ്യൂഡ് 1. ഓക്കെ, യെസ്. ഇനി അടുത്ത കോ ഇനിഷ്യൽ വെക്റ്റേഴ്സ്. കോ ഇനിഷ്യൽ വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സെയിം ഇനിഷ്യൽ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 2 വെക്റ്റേഴ്സാണ് കോ ഇനിഷ്യൽ വെക്റ്റേഴ്സ്. ഓക്കെ, ഇപ്പോൾ വെക്റ്റർ എ ഇതുണ്ട്, ഇത് വെക്റ്റർ ബി. ഒരെണ്ണം വെക്റ്റർ എ, ഒരെണ്ണം വെക്റ്റർ ബി. ഈ 2 വെക്റ്റേഴ്സിൻ്റെ ഇനിഷ്യൽ പോയിന്റ് സെയിം ആണ്, അല്ലേ? കോ ഇനിഷ്യൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് കൊളീനിയർ വെക്റ്റേഴ്സ്.
അപ്പോൾ കൊളീനിയർ വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പാരലൽ വെക്റ്റേഴ്സ് ആണ്. ഒന്നുകിൽ അത് പാരലൽ വെക്റ്റേഴ്സ് ആയിരിക്കും, ഇല്ലെങ്കിൽ എന്താണ് അത് സെയിം ലൈനിലുള്ള വെക്റ്റേഴ്സ് ആയിരിക്കും. കാരണം സെയിം ലൈനിൽ രണ്ട് വെക്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് പറയാം ഇറ്റ് ഈസ് പാരലൽ ടു ഇറ്റ് സെൽഫ്. രണ്ടും ഒന്നിൽ ഇങ്ങനെ വരാം, രണ്ട് വെക്റ്റേഴ്സ് കൊളീനിയറാണ്. ഇല്ലെങ്കിൽ ഒരു വെക്റ്റർ ഇതും മറ്റേ വെക്റ്റർ മുകളിലും. ഓക്കെ, അതിനെയാണ് നമ്മൾ കൊളീനിയർ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, 2 or more vectors are said to be collinear if they are parallel to the same line irrespective of their magnitude and direction. അപ്പോൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എങ്ങോട്ടായാലും പ്രശ്നമില്ല അല്ലേ, അവർ പാരലൽ ആയിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ചിലപ്പം ഈ വെക്ടർ ഇത്രയേ ഉണ്ടാവുള്ളൂ, അടുത്ത വെക്ടർ ചിലപ്പോൾ വലുതായിരിക്കാം. അപ്പോൾ ഇത് രണ്ടും കൊളീനിയർ വെക്റ്റേഴ്സ് ആയിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വെക്ടർ ഇത്, മറ്റേ വെക്ടർ എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, പ്രശ്നമില്ല, അതും കൊളീനിയർ വെക്റ്റേഴ്സ് തന്നെയാണ്. ഓക്കെ, ഇനി നെഗറ്റീവ് വെക്റ്റർ. നെഗറ്റീവ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു വെക്റ്റർ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നതിനാണ് നെഗറ്റീവ് വെക്റ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ വെക്റ്റർ എ എന്ന് പറയുന്നത് ഇതിങ്ങനെ ഒരു വെക്റ്റർ ഉണ്ടെങ്കിൽ നെഗറ്റീവ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള വെക്റ്റർ ആയിരിക്കും, പക്ഷേ സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, ഡയറക്ഷൻ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതിനാണ് നമ്മൾ നെഗറ്റീവ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്റ്റേഴ്സ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് വെക്റ്റേഴ്സിൻ്റെ അഡീഷൻ സബ്ട്രാക്ഷൻ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ശരിക്കും ഒരു വെക്റ്ററിൻ്റെ നമുക്ക് ഒരു വെക്റ്ററിന് കോമ്പോണൻസ് ഉണ്ട്. ഓക്കെ, രണ്ട് ടൈപ്പ് കോമ്പോണൻസ് ഉണ്ട്. ഒന്ന് സ്കേലാർ കോമ്പോണൻസും രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മുടെ വെക്റ്റർ കമ്പോണൻസ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഒരു വെക്റ്റർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ് രീതിയിലാണ്. അപ്പോൾ ഒരു വെക്റ്റർ ഉണ്ട്, ഇതാ 2i, ഞാനിവിടെ എഴുതുന്നു 2i + 4j + 3k. അപ്പോൾ ഇതിൽ സ്കേലാർ കമ്പോണൻസ് ഏത്, വെക്റ്റർ കമ്പോണൻസ് ഏതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ സ്കേലാർ കമ്പോണൻസ് 2, 4, 3 അല്ലേ, സ്കേലാർ ക്വാണ്ടിറ്റീസ്. അപ്പോൾ എന്തൊക്കെയാണ് സ്കേലാർ കമ്പോണൻസ്? സ്കേലാർ കോമ്പോണൻസ് എന്ന് പറയുമ്പോൾ 2, 4, 3. ഇനി ഇതിൻ്റെ വെക്റ്റർ കമ്പോണൻസ് ചോദിച്ചാൽ വെക്റ്റർ കമ്പോണൻസ് എന്തൊക്കെയായിരിക്കും? ഐയും ജെയും കെയും ചേർത്ത് പറയുക, അതാണ് വെക്റ്റർ കമ്പോണൻസ്. 2i, 4j, 3k, ഇതായിരിക്കും ഇതിൻ്റെ വെക്റ്റർ കമ്പോണൻസ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ കോമ്പോണൻസ് ഓഫ് എ വെക്റ്റർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ രണ്ട് വെക്റ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, രണ്ട് വെക്റ്റേഴ്സ് തമ്മിലുള്ള അഡീഷൻ. ഓക്കെ, ഇതാ രണ്ട് വെക്റ്റേഴ്സ്, വെക്റ്റർ എ + വെക്റ്റർ ബി. വെക്റ്റർ എ എന്ന് പറയുന്നത് ഞാനിപ്പോൾ വെക്റ്റർ എനെ a1i + a2j + a3k, ഇതൊരു വെക്റ്റർ എടുത്തു. ഇനി അടുത്ത ഞാൻ വെക്റ്റർ എടുക്കുന്നു വെക്റ്റർ ബി എന്ന് പറയുന്നത് b = b1i + b2j + b3k. രണ്ട് വെക്റ്റേഴ്സ്, രണ്ട് തമ്മിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മെട്രിക്സിൽ അഡീഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? സെയിം കോമ്പോണൻസ് അല്ലേ, സെയിം കോമ്പോണൻസ് തമ്മിലാണ് ആഡ് ചെയ്യുന്നത് അല്ലേ, സെയിം എലമെൻറ്റ്സ്, അതായത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യും. ഇവിടെ അതേപോലെ തന്നെയാണ് ഐ ക്യാപ്പും ഐ കൂടെ ഉള്ളതും രണ്ട് സൈഡിലുള്ള ഐ ക്യാപ്പ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താണ്, വെക്റ്റർ എ + വെക്റ്റർ ബി ചേരുമ്പോൾ എന്ത് വരും? a1 + b1i + a2 + b2j + a3 + b3k എന്ന് വരും. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ വെക്റ്റർ അഡീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സബ്ട്രാക്ഷൻ വരികയാണെങ്കിലും ആ പ്ലസ്സിന് പകരം മൈനസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതെ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ സം ഓഫ് 2 വെക്റ്റേഴ്സ്. രണ്ട് വെക്റ്റേഴ്സിൻ്റെ സം ഒന്ന് നോക്കാം. വെക്റ്റർ എ തന്നിട്ടുണ്ട് i - 2j + k തന്നിട്ടുണ്ട്. അടുത്ത നെക്സ്റ്റ് വെക്റ്റർ ബി തന്നിട്ടുണ്ട് -2i + 4j + 5k. അടുത്ത വെക്റ്റർ സി തന്നിട്ടുണ്ട് i - 6j - 7k. അപ്പോൾ എല്ലാ വെക്റ്റേഴ്സും നമ്മൾ ആഡ് ചെയ്യാം. നമുക്ക് കാണേണ്ടത് എന്താണ്? വെക്റ്റർ എ + വെക്റ്റർ ബി + വെക്റ്റർ സി ആണ് കാണേണ്ടത്. ഓക്കെ, വെക്റ്റർ എ + വെക്റ്റർ ബി + വെക്റ്റർ സി. അപ്പോൾ എന്താണ്, ഐയുടെ കമ്പോണൻസ് തമ്മിലെല്ലാം ഒന്നിച്ചങ്ങ് ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഐൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വണ്ണിലുള്ളത് 1 ആണ് അല്ലേ, ഐൻ്റെ സ്കേലാർ കമ്പോണൻറ്റ് ഇവിടെ 1 ആണ്, ഇവിടെ എന്താണ് -2 ആണ്, അടുത്തതിൽ 1 ആണ്. അപ്പോൾ എന്ത് വന്നു? 1 -2 + 1. ഓക്കെ, ഇത്രയും ഐ ക്യാപ്പ് പ്ലസ് അടുത്ത് ജെൻ്റെ കൂടെയുള്ള എല്ലാം എന്തൊക്കെയാണ്? ഇവിടെ -2, അടുത്ത +4, അടുത്ത -6. അപ്പോൾ എല്ലാം ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? -2 + 4
മൈനസ് 6 ഇത്രയും ജെ ക്യാപ്. ഓക്കെ, ഇനി പ്ലസ് അടുത്ത് കെൻ്റെ കമ്പോണൻസ് എല്ലാം ആഡ് ചെയ്യുന്നു. ആദ്യത്തേൽ എന്താണ് കെൻ്റെ കമ്പോണൻറ്റ് 1 ആണ്. അപ്പോൾ 1 + 5 - 7. ഓക്കെ, 1 + 5 - 7 കെ ക്യാപ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ എത്ര? 1 + 1 2, 2 - 2 0. അപ്പോൾ 0 ആയി. നെക്സ്റ്റ് എന്താണ്? 4 - 2, 2, 2 - 6 -4j. നെക്സ്റ്റ് 6 - 1 -1 ആണ്. അപ്പോൾ -1k. അപ്പോൾ ആൻസർ എത്ര കിട്ടി? -4j -7k. ഓക്കെ, മറ്റേത് 0i ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് 3 വെക്റ്റേഴ്സ് തന്നാലും 4 വെക്റ്റേഴ്സ് തന്നാലും ഒന്നിച്ചങ്ങ് ആഡ് ചെയ്ത് പോകും, അത്രയേ ഉള്ളൂ. ഓക്കെ, സെയിം ആയിട്ടുള്ള കമ്പോണൻസ് എടുത്തിട്ട്. ഓക്കെ, ഇനിയിപ്പം സബ്ട്രാക്ഷൻ ചോദിച്ചാലും ഇതേപോലെ തന്നെയാണ് സബ്ട്രാക്ഷനും. നെക്സ്റ്റ് ഒരു 2 വെക്റ്റേഴ്സ് തന്നിട്ട് അത് കൊളീനിയർ ആണോ അല്ലേ നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. കൊളീനിയാരിറ്റി ഓഫ് 2 വെക്റ്റേഴ്സ്. അപ്പോൾ കൊളീനിയർ ആണോ അല്ലയോ ആവണമെങ്കിൽ, ഓക്കെ, ലീനിയർ ആവണമെങ്കിൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ എന്ന് പറയുന്നത് ഇപ്പം എയും ബിയും പാരലൽ ആവണമെങ്കിൽ അതെന്തായിരിക്കണം? ലാംഡ ടൈംസ്, ലാംഡ എന്ന് ഉദ്ദേശിച്ച ഒരു സ്കേലാർ ടൈംസ് മൾട്ടിപ്പിൾ ഓഫ് അതർ വെക്റ്റർ ആയിരിക്കും, വേറെ ഒന്നുമല്ല. ഇപ്പോൾ വെക്റ്റർ എ ഇങ്ങനെ പ്രൂവ് ചെയ്യാം. അപ്പോൾ വെക്റ്റർ എയും ഉണ്ട് വെക്റ്റർ ബിയും ഉണ്ട്, ഇത് രണ്ടും കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. വെക്റ്റർ എ ഈസ് ഈക്വൽ ടു ജനറലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു a1i + a2j + a3k. ഇനി വെക്റ്റർ ബി എന്ന് പറയുന്നത് b1i + b2j + b3k. 2 വെക്റ്റേഴ്സ് കൊളീനിയർ ആണെങ്കിൽ ഒന്നും മറ്റേതിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഓക്കെ, വെക്റ്റർ എ ഈസ് ഈക്വൽ ടു ലാംഡ ടൈംസ് വെക്റ്റർ ബി. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ സെയിം കമ്പോണൻസ് തമ്മിലുള്ള റേഷ്യോ പ്രപ്പോർഷൻ ആണെന്ന് കാണിച്ചാൽ മതി. ഓക്കെ, എന്തൊക്കെയാണ് അതിൻ്റെ കമ്പോണൻസ് ആർ ഇൻ പ്രപ്പോർഷൻ ആണെന്ന് കാണിച്ചാൽ മതി. അതായത് a1/b1 ഷുഡ് ബി ഈക്വൽ ടു a2/b2 ഈസ് ഈക്വൽ ടു a3/b3. ഇതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും ലാംഡ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ കാണിക്കുകയാണെങ്കിൽ, ഓക്കെ, 2 വെക്റ്റേഴ്സ് വന്ന് a1/b1 a2/b2 a3/b3 ഇത് ഈക്വൽ സെയിം പ്രപ്പോർഷൻ ആണെങ്കിൽ നമുക്ക് പറയാം വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി ആർ കൊളീനിയർ എന്ന്. ഓക്കെ, ആർ കൊളീനിയർ. അപ്പോൾ ഇതാണ് അതിൻ്റെ കണ്ടീഷൻ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്കൊരു വെക്റ്റർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ വെക്റ്റർ കൊളീനിയർ ആണോ അല്ലയോ എന്നുള്ളത്. ഓക്കെ, കാരണം ഒന്ന് മറ്റേ വെക്റ്ററിൻ്റെ ഒരു സ്കേലാർ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇവിടെ ഒന്ന് നോക്കിയാൽ ഇവിടെ ഒരു വെക്റ്റർ വന്നിട്ടുണ്ട് 2i - 3j + 4k. നെക്സ്റ്റ് വെക്റ്റർ വന്നിട്ടുണ്ട് -4i + 6j - 8k. അപ്പോൾ ജസ്റ്റ് നോക്കിയേ, ഈ ഒരു വെക്റ്ററിന് ഇൻറ്റു ഒരു -2 ചെയ്തപ്പോഴല്ലേ നമുക്ക് റൈറ്റ് സൈഡിലുള്ള വെക്റ്റർ കിട്ടിയിട്ടുള്ള. അതെ, അപ്പോൾ ഒരു സ്കേലാർ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ എന്ത് പറയാം? ദീസ് 2 വെക്റ്റേഴ്സ് ആർ പാരലൽ, അല്ലെങ്കിൽ ദീസ് 2 വെക്റ്റേഴ്സ് ആർ കൊളീനിയർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ കണ്ടീഷൻ നമ്മളത് പ്രൂവ് ചെയ്യും. വെക്റ്റർ എ ഈസ് ഈക്വൽ ടു ലാംഡ വെക്റ്റർ ബി എന്ന് കാണിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവരുടെ സ്കേലാർ കമ്പോണൻസ് സെയിം പ്രപ്പോർഷൻ ആണെന്ന് കാണിച്ചാൽ മതി. അതായത് 2 എന്തൊക്കെ വരും? 2 -4, ഈ 2ഉം ഈ -4 അതെത്രയാണ്? -1/2 ആണ്. ഓക്കെ, ഈസ് ഈക്വൽ ടു അടുത്ത സ്കേലാർ കമ്പോണൻ്റ് എടുത്താൽ -3/6, അടുത്ത എന്താണ്? 4 -8. ഇതെല്ലാം എന്ത് തന്നെയാണ്? -1/2 ആണ്. അപ്പോൾ എന്താണ്? ദേ ആർ ഇൻ പ്രപ്പോർഷൻ. ദേ ആർ ഇൻ പ്രപ്പോർഷൻ. അപ്പോൾ ദീസ് 2 വെക്റ്റേഴ്സ് ആർ കൊളീനിയർ നമുക്ക് പറയാം. വെക്റ്റേഴ്സ് ആർ കൊളീനിയർ. ഓക്കെ, 2 വെക്റ്റേഴ്സും കൊളീനിയർ ആയിരിക്കും. യെസ്. ഇനി അടുത്ത് നമുക്കിതിൽ പഠിക്കാനുള്ളതാണ് വെക്റ്റേഴ്സിലുള്ള ഡയറക്ഷൻ റേഷ്യോസും ഡയറക്ഷൻ കൊസൈൻസും. ഓക്കെ, ഡയറക്ഷൻ റേഷ്യോസ് ആൻഡ് ഡയറക്ഷൻ കൊസൈൻസ്. അപ്പോൾ ഒരു വെക്റ്റർ എ എന്ന് പറയുന്നത് a1i + a2j + a3k ആണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത് അതിൻ്റെ സ്കേലാർ കമ്പോണൻസിനെയാണ് നമ്മൾ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത്. അതായത് a1, a2, a3. യെസ് സർ, ഇഫ് 2 വെക്റ്റേഴ്സ് ആർ കൊളീനിയർ ദേ ആർ പാരലൽ ടു റൈറ്റ്. അതെ, അതാണ് പറഞ്ഞത്. കൊളീനിയറിൻ്റെ അർത്ഥം തന്നെ പാരലൽ വെക്റ്റേഴ്സിനെയാണ് കൊളീനിയർ എന്ന് പറയുന്നത്. പിന്നെ പറയാം എവറി ലൈൻ ഈസ് പാരലൽ ടു ഇറ്റ് സെൽഫ്, അങ്ങനെ ഒരു കൺസെപ്റ്റും കൂടെ ഇല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് പാരലൽ എന്നും പറയാം, ചിലപ്പോൾ അത് സെയിം ലൈനിലും ആയിരിക്കാം. കണ്ടീഷൻ കൊളീനിയാരിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ ഇറ്റ് ഈസ് പാരലൽ മാത്രമാണ്.
ഓക്കെ, പക്ഷെ രണ്ടും ഉണ്ടല്ലോ. യെസ്, എവറി ലൈൻ ഈസ് പാരലൽ ടു ഇറ്റ് സെൽഫ്. അതും കൂടെ ചേർന്ന് വരുമ്പോഴാണ് രണ്ടും കൂടെ ചേർത്ത് ഞാൻ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണോ അർച്ചന? യെസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡയറക്ഷൻ റേഷ്യോസ്. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ ആ സ്കേലാർ കോമ്പോണൻസ് ആണ് A1, A2, A3. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ അത് കൂടുതലും നിങ്ങൾക്ക് അതിൽ വരുന്നത് നമ്മുടെ അടുത്ത നെക്സ്റ്റ് ചാപ്റ്ററിലാണ്, 3 ഡയമെൻഷണൽ ജോമെട്രിയിലാണ് ഡയറക്ഷൻ കൊസൈൻസിൻ്റെയൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വെക്റ്ററിൻ്റെ ഡയറക്ഷൻ കൊസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഡയറക്ഷൻ കൊസൈൻ കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമയാണ് ഡയറക്ഷൻ കൊസൈൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് പറയാം. ഇതാ നമുക്കിതാ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും ഇസഡ് ആക്സിസും ഉണ്ട്. എക്സ്, വൈ, ഇസഡ്. ഇത് ഏത് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി എഴുതാം. കാരണം എക്സും വൈ ഇസഡും മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലറാണ്. ഇനി ഞാനൊരു വെക്റ്റർ വരച്ചു. ഇത് വെക്റ്റർ ഒ, ഇത് പി, പോയിൻ്റ് പി. ആൽഫ എന്ന് പറയുന്നത് ഈ ഒരു വെക്റ്റർ എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആൽഫ. ഓക്കെ, ബീറ്റ എന്ന് പറയുന്നത് ഈ വെക്റ്റർ വൈ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ബീറ്റ. ഗാമ എന്ന് പറഞ്ഞാൽ ഈ വെക്റ്റർ ഇസഡ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഗാമ. ഇനി ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറഞ്ഞാൽ കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ. ഓക്കെ, കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ. ഇനി ഇവിടെ കോസ് ആൽഫ എടുക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഒ പി ആണ്. ഓക്കെ, പി എന്ന് പറയുന്ന പോയിന്റ് ഞാൻ അതിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് കോമ വൈ കോമ ഇസഡ് എന്ന് എടുക്കുന്നു. എക്സ് കോമ വൈ കോമ ഇസഡ്. ഇതിനെ ഞാനിപ്പോൾ താഴോട്ട് ഇങ്ങനെ വരച്ചു. അതായത് ഇവിടെ ഇപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായി അല്ലേ. അപ്പോൾ കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് എത്രയാണ്? ഇത് ഇത്രയും എക്സ് ആക്സിസിലുള്ളതാണ് അല്ലേ. അപ്പോൾ ഇത് എക്സ് കോർഡിനേറ്റ് ആണ്, അതായത് എക്സ് ഡിസ്റ്റൻസ് ആണ്. ഇത്രയോ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നതോ വെക്റ്റർ ഒ പിയുടെ മാഗ്നിറ്റ്യൂഡാണ്. വെക്റ്റർ ഒ പി എന്ന് പറഞ്ഞാൽ എന്താണ്? പൊസിഷൻ വെക്റ്ററാണ്. അത് നമുക്കറിയാം. വെക്റ്റർ ഒ പി ഈസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഒ പി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. അപ്പോൾ കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? കോസ് ആൽഫ എന്ന് പറയുമ്പോൾ ഇത് ഇത്ര എക്സ് ഡിസ്റ്റൻസ് ആണ്, എക്സ് ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ എന്തായി? എക്സ് ഡിവൈഡഡ് ബൈ ആ മാഗ്നിറ്റ്യൂഡ് കോമ. അതേപോലെ നമ്മൾ കോസ് ബീറ്റയുടെ കാര്യം നോക്കുമ്പോഴും കോസ് ബീറ്റ നോക്കുമ്പോഴത്തേക്ക് ആ ട്രയാങ്കിൾ നോക്കുമ്പോൾ എക്സ് അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ വൈ കോർഡിനേറ്റ് ആയിരിക്കും, വൈ ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ വൈ ബൈ മാഗ്നിറ്റ്യൂഡ് റൂട്ട് കോസ് ഗാമ വരുമ്പോൾ ഇസഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഒ പി ആണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വെക്റ്ററിൻ്റെ. ഇനി ഇതിന് നമ്മൾ കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമയ്ക്ക് വേറൊരു ലെറ്റേഴ്സും കൊടുക്കും. കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ എൽ, കോസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എം, കോസ് ഗാമ എന്ന് പറഞ്ഞാൽ എൻ ആണ്. ഓക്കെ, എൽ എം എൻ. ഓക്കെ, ഇങ്ങനെയും നമ്മൾ വാല്യൂസ് കൊടുക്കും ഡയറക്ഷൻ കൊസൈൻസിന്. ഓക്കെ, ഇനി ഈ എല്ലും എമ്മും എന്നും തമ്മിലുള്ള റിലേഷനും കൂടെ ഒന്ന് അറിഞ്ഞിരുന്നോ? എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. അത് നിങ്ങൾക്ക് ഈ റിസൾട്ടിൽ നിന്ന് തന്നെ കിട്ടും. കാരണം ഇവിടെ ഈ റൂട്ടിനകത്ത് എന്താ വരുന്നത്? റൂട്ടിനകത്ത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആണ്. ഇത് തന്നെയാണ് എല്ലായിടത്തും വരുന്നത് അല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. അപ്പോൾ ഇതെല്ലാം ഇത് എല്ലാണ്, ഇത് എം ആണ്, ഇത് എൻ ആണ്. അപ്പോൾ എല്ലിനെ സ്ക്വയർ ചെയ്ത് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ആ റൂട്ട് മാറിയുള്ള സാധനം. എം സ്ക്വയർ ചെയ്താലോ വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഈ റൂട്ട് മാറും. അടുത്തതോ ഇസഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് മാറും. ഇനി എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ, ന്യൂമറേറ്ററിലും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. അപ്പോൾ രണ്ടും ക്യാൻസലായി 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അത് ബേസ് ചെയ്ത് വലിയ പ്രോബ്ലംസ് ഒന്നും നിങ്ങൾക്ക് ഇതിൽ വരാനില്ല, അറിഞ്ഞിരുന്നോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതാ, റൈറ്റ് ദ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദ വെക്റ്റർ ആൻഡ് ഹെൻസ് കാൽക്കുലേറ്റ് ഇറ്റ്സ് ഡയറക്ഷൻ റേഷ്യോസ്. ഓക്കെ, യെസ്. അപ്പോൾ ഡയറക്ഷൻ റേഷ്യോസ്, അപ്പോൾ നമുക്കിതാ ഇവിടെ നോക്കാം. ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് വെക്റ്റർ എ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് ജെ മൈനസ് 2k ആണ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ആൻസറാ? യെസ്, ഡയറക്ഷൻ റേഷ്യോസ്. യെസ്, ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ റേഷ്യോസും കാണണം, ഡയറക്ഷൻ കൊസൈൻസും കാണണം. ഡയറക്ഷൻ റേഷ്യോ ഈസ് ഈക്വൽ ടു ഓക്കെ, യെസ്, 1, 1, -2. ഓക്കെ,
നെക്സ്റ്റ് ഡയറക്ഷൻ കൊസൈൻ ആകുമ്പോഴോ 1/√ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ എന്താണ് 1² + 1² + -2 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ -2 ഹോൾ സ്ക്വയർ ആകുമ്പോൾ 2² എന്ന് എഴുതിയാൽ മതി. ഓക്കെ, മൈനസ് എടുക്കണമെന്നില്ല. കോമ അടുത്ത എന്താണ് 1/√ ഇത് എത്രയാണ് 1 + 1 2, 2 + 4 √6 ആണ് അല്ലേ. അടുത്ത -2/√6. അപ്പോൾ ഇവിടെയും √6 തന്നെയാണ്. ഓക്കെ, ഇവിടെയും √6. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ്. ഓക്കെ, യെസ് 1/√6. അടുത്ത -2/√6. -2/√6 വേണമെങ്കിൽ ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, അത്രയും മതി. ഓക്കെ, കാരണം -2 നമുക്ക് √2 × √2 എന്ന് എഴുതാം. താഴെ ഡിനോമിനേറ്ററിൽ √2 × √3 എന്ന് പറയാം. ഒരു സിംപ്ലിഫിക്കേഷൻ കൂടെ ചെയ്താൽ √2/√3 എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം, പക്ഷേ കുഴപ്പമില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി നോക്കിക്കോ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്റ്റർ ബൈ എ സ്കേലാർ. ഓക്കെ, അപ്പോൾ ഒരു വെക്റ്ററിന് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. എന്ത് സംഭവിക്കും? ആ സ്കേലാർ നമ്പർ ജസ്റ്റ് ആ വെക്ടറിൻ്റെ കൂടെ നമ്മൾ സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ. ഇപ്പോൾ ഒരു മെട്രിക്സിലെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ സ്കേലാർ എന്താണ്? മെട്രിക്സ് ആണെങ്കിൽ എന്താണ്? എല്ലാ എലമെൻസിനും നമ്മൾ ആ നമ്പർ കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ. അതേപോലെ വെക്ടറിനകത്തും ഒരു സ്കേലാർ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ആണെങ്കിൽ വെക്ടറിനകത്തുള്ള എല്ലാ കോമ്പോണൻസിലും അത് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഉദ്ദേശിച്ചത്. ഇതിൽ നിന്ന് ഒരു പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കുക. ലാംഡ എന്ന് പറയുന്ന സ്കേലാർ, ലാംഡ ഇൻറ്റു വെക്റ്റർ എ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ് ഈസ് ഈക്വൽ ടു ലാംഡയുടെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു വെക്റ്റർ എയുടെ മാഗ്നിറ്റ്യൂഡ്. യെസ് സാർ, അപ്പോൾ ഇത് കോസ് ആൽഫ അങ്ങനെ എഴുതുകയാണെങ്കിൽ എങ്ങനെയാണ് വരിക? നേരത്തെ ക്വസ്റ്റ്യനിൽ കോസ് ആൽഫ എഴുതുകയാണെങ്കിൽ നമുക്കിവിടെ കോസ് ആൽഫ ആംഗിൾ തന്നിട്ടില്ല. ഇവിടെ തന്നിട്ടുള്ള വെക്റ്റർ ഫോമിൽ തന്നിട്ടാണ് ഡയറക്ഷൻ കൊസൈൻസ് എഴുതാൻ ചോദിച്ചത്. അപ്പോൾ അതിൽ നമുക്ക് ആംഗിൾ അറിയത്തില്ല. അപ്പോൾ വേണമെങ്കിൽ ഇതാണ് കോസ് ആൽഫ എന്ന് പറയുന്നത്, ഇതാണ് കോസ് ബീറ്റ എന്ന് പറയുന്നത്, ഇതാണ് കോസ് ഗാമ എന്ന് പറയുന്നത്. നമുക്ക് ആംഗിൾസാണ് തന്നെങ്കിൽ ഈ എന്താണ് വെക്റ്റർ ഈ ഒരു മാഗ്നിറ്റ്യൂഡിൻ്റെ ഫോമിലായിരിക്കില്ല എഴുതുന്നത്. ഡയറക്റ്റ് ഇപ്പോൾ ആൽഫ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി, അപ്പോൾ കോസ് 30 ആകുമ്പോഴത്തേക്ക് നമ്മൾ √3/2 എന്ന് എഴുതും. ഇത് ഈ മെത്തേഡിലായിരിക്കും ചെയ്തത്. ഇനിയിപ്പോൾ ഫൈൻഡ് ആൽഫ അല്ലെങ്കിൽ ആൽഫ ബീറ്റ ഗാമ, അത് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചെങ്കിൽ നമുക്കിതൊന്ന് എഴുതാൻ പറ്റും. എങ്ങനെയാണ്? കോസ് ആൽഫ ഈസ് ഈക്വൽ ടു 1/√6. അടുത്ത് കോസ് ബീറ്റയും 1/√6 ആണ്. നെക്സ്റ്റ് കോസ് ഗാമ എന്ന് പറയുന്നത് -2/√6. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 1/√6. പക്ഷെ അങ്ങനെ ചോദിക്കത്തില്ല. അപ്പോൾ എന്താണ്? അങ്ങനെ ചോദിക്കാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, യെസ്, അതെ. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്റ്റർ ബൈ എ സ്കേലാർ. അപ്പോൾ എന്താണ്? അപ്പോൾ ഒരു വെക്റ്റർ എ ഉണ്ട്. ആ വെക്റ്റർ എയിൻ്റെ കൂടെ ഞാൻ ഹാഫ് വെക്റ്റർ മൾട്ടിപ്ലൈ ആണെങ്കിൽ എന്താണ് ആ വെക്റ്ററിന് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. സംഭവിക്കുന്നൊന്നുമില്ല, വെക്റ്റർ എനെ ഹാഫ് ചെയ്യുന്നു, അതായത് അതിനെ പകുതിയാക്കുന്നു. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറയുന്നു, ഹാഫായി. ഓക്കെ, അപ്പോൾ ഹാഫ് വെക്റ്റർ എ, ആ ഡിസ്റ്റൻസ് ഇത്രയാണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പകുതിയായി, ഹാഫ്. അതാണ് ദാ ഇവിടെ ഹാഫ്. ഡയറക്ഷൻ മാറുന്നില്ല. ഒരിക്കലും ഒരു സ്കേലാർ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡയറക്ഷൻ മാറുന്നത്, എങ്ങോട്ടാണോ വെക്റ്റർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും ഒരു സ്കേലാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ പോകുന്നത്. ഇനി 2a ആകുമ്പോൾ എന്താണ്? എ ഇത്രയേ ഉള്ളൂ. ട്വൈസ് ആകുമ്പോൾ അതിൻ്റെ ഇരട്ടി മാഗ്നിറ്റ്യൂഡ് വരുന്നു. ഓക്കെ, ഇരട്ടി മാഗ്നിറ്റ്യൂഡ് വന്നു, ഡയറക്ഷൻ മാറിയിട്ടില്ല. ഇനി അടുത്ത് നോക്കിയാൽ -12a. -12a എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് പകുതിയായി, മൈനസ് വന്നാൽ നെഗറ്റീവ് വെക്റ്റർ വന്നു. നെഗറ്റീവ് വെക്റ്റർ വന്നാൽ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റായി അല്ലേ, ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ -12 വെക്റ്റർ എ. ഇനി -2a വന്നപ്പോഴും മാഗ്നിറ്റ്യൂഡ് ഡബിളായി, ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ്. അതാണ് -2aയുടെ എഫക്റ്റ് വരുന്നത്. ഓക്കെ, കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നോ? ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൽ നോക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഒരു കൺസെപ്റ്റാണ് നമ്മുടെ യൂണിറ്റ് വെക്റ്റർ. ഓക്കെ, യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. യൂണിറ്റ് വെക്റ്റർ, ഒരു വെക്റ്റർ എ തന്നിട്ടുണ്ടാവും. വെക്റ്റർ എ ഈസ് ഈക്വൽ ടു ഇപ്പം 3i + 4j + 5k.
ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ എന്ന് ചോദിക്കുന്നു. ഓക്കെ, ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ എലോങ് വെക്റ്റർ എ. അതായത് നമുക്കിപ്പോൾ എക്സ് വൈ ഇസഡ് ഓരോ ഇതുണ്ട്, എക്സ് വൈ ഇസഡ്. വെക്റ്റർ എ എന്ന് പറയുന്നത് ദാ ഇതായിരിക്കും വെക്റ്റർ എ. അപ്പോൾ വെക്റ്റർ എയിൻ്റെ അതേ ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്റ്റർ, ഒരു മാഗ്നിറ്റ്യൂഡ് 1 വരുന്നത് കാണാൻ ചോദിക്കും. അപ്പോൾ അതിനെ നമ്മൾ യൂണിറ്റ് വെക്റ്ററിനെ ഡിനോട്ട് ചെയ്യുന്നത് എ ക്യാപ്പ് എന്നുള്ള നൊട്ടേഷനാണ്. അപ്പോൾ എ ക്യാപ്പ് ഈസ് ഈക്വൽ ടു വെക്റ്റർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ. വെക്റ്റർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ. അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിറ്റ് വെക്റ്ററിൻ്റെ നൊട്ടേഷൻ. ഓക്കെ, കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്റ്റർ എ. എ ഈസ് ഈക്വൽ ടു 2i + 3j + k. അപ്പോൾ യൂണിറ്റ് വെക്റ്റർ അലോങ് എ എന്ന് പറയുമ്പോൾ എ ക്യാപ്പ് ഈസ് ഈക്വൽ ടു വെക്റ്റർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ. അപ്പോൾ എന്ത് വന്നു? വിച്ച് ഈസ് ഈക്വൽ ടു വെക്റ്റർ എ എന്ന് പറഞ്ഞാൽ 2i + 3j + k ക്യാപ്പ് ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ. വെക്റ്റർ എയുടെ മാഗ്നിറ്റ്യൂഡ് √2² + 3² + 1². യെസ്, അപ്പോൾ എന്ത് വന്നു? 2² 4 + 9 + 1. അപ്പോൾ 10 14. √14 ആണ് ഡിനോമിനേറ്റർ. ഓക്കെ, √14. അപ്പോൾ 2i + 3j + k ഡിവൈഡഡ് ബൈ √14. ഇനി നമ്മളെപ്പോഴും വെക്റ്റേഴ്സ് ലാസ്റ്റ് ആൻസർ എഴുതുമ്പോഴത്തേക്കും ഓരോ കമ്പോണൻസ് ആയിട്ട് എഴുതണം. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് വെക്റ്റർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ √14 എല്ലാത്തിൻ്റെ ഡിനോമിനേറ്റർ ആണ്. നമുക്ക് ചെയ്യാം 2/√14i + 3/√14j + 1/√14k. അയ്യോ, കാണാൻ പറ്റുന്നല്ലേ? 1/√14k. യെസ്, അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഈ നമുക്കിപ്പോൾ കിട്ടിയതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1 കിട്ടും അല്ലേ? 1. കാരണം എന്താണ്? യൂണിറ്റ് വെക്റ്ററാണ് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഇനി ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾക്കൊരു യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കാൻ ചോദിക്കും. അതോടൊപ്പം തന്നെ യൂണിറ്റ് വെക്റ്റർ ഒന്നിൽ ചിലപ്പോൾ യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ ചോദിക്കാം ഒരു വെക്റ്റർ തന്നിട്ട് ഒരു മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ടാകും. ഇത്ര മാഗ്നിറ്റ്യൂഡിലുള്ള ഈ ഗിവൺ വെക്റ്ററിൻ്റെ സെയിം ഡയറക്ഷനിലുള്ള മറ്റൊരു വെക്റ്റർ ചോദിക്കും. അപ്പോൾ ഫൈൻഡ് എ വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്റ്റർ എ. വെക്റ്റർ എ ഈസ് ഈക്വൽ ടു i - 2j ദാറ്റ് ഹാസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് 7 യൂണിറ്റ്സ്. 7 യൂണിറ്റ്സ് വരുന്ന പുതിയൊരു വെക്റ്റർ. ഓക്കെ, ചിലപ്പോൾ 7 യൂണിറ്റ്സ് ആവാം, 5 യൂണിറ്റ്സ് ആവാം. എത്ര യൂണിറ്റ്സ് ചോദിച്ചാലും അതിൻ്റെ പ്രൊസീജിയർ നമ്മൾ ഫസ്റ്റ് ഒരു യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കുക. യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിച്ചതിന് ശേഷം എന്താണോ മാഗ്നിറ്റ്യൂഡ് അത് ജസ്റ്റ് അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ അത് ഈ നേരത്തെ ചെയ്തതിലാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഫൈൻഡ് എ വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്റ്റർ എ ദാറ്റ് ഹാസ് മാഗ്നിറ്റ്യൂഡ് 5 യൂണിറ്റ്സ്. അങ്ങനെയാണെങ്കിൽ ഇതേ പ്രൊസീജിയർ ചെയ്യും, ലാസ്റ്റ് എന്ത് ചെയ്യും? ഇൻറ്റു 5 കൂടെയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസറാവും. അപ്പോൾ ഇപ്പോഴത്തെ ഇതാണെങ്കിലോ, വെക്റ്റർ എ ഈസ് ഈക്വൽ ടു i - 2j. അപ്പോൾ എ ക്യാപ്പ് ഫസ്റ്റ് കാണാം, യൂണിറ്റ് വെക്റ്റർ. അതെന്താണ്? വെക്റ്റർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ, വിച്ച് ഈസ് ഈക്വൽ ടു വെക്റ്റർ എ എന്ന് പറഞ്ഞാൽ i - 2j ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് 1² + 2². അപ്പോൾ എന്താണ്? i - 2j ഡിവൈഡഡ് ബൈ √5. ഇതാണ് മാഗ്നിറ്റ്യൂഡ് 1 വരുന്ന വെക്റ്റർ. ഇനി മാഗ്നിറ്റ്യൂഡ് 5 വരുന്നതാണ് നമുക്ക് ആവശ്യം അല്ലേ? മാഗ്നിറ്റ്യൂഡ് 5 അല്ല, 7 യൂണിറ്റ്സ്. അപ്പോൾ എന്താണ്? ആ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്താണ്? 7/√5 ഇൻറ്റു i - 2j. i - 2j. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 7/√5i - 7 × 2 14/√5j ക്യാപ്പ്. അപ്പോൾ ഇതായിരിക്കും എ മാഗ്നിറ്റ്യൂഡ് എ വെക്റ്റർ ഹാവിങ് മാഗ്നിറ്റ്യൂഡ് 7 യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം അറിഞ്ഞിരിക്കുക. ഇനി നമുക്കിതിൽ 2 വെക്റ്റേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യണമെങ്കിൽ വെക്റ്റർ ജോയിനിങ് 2 പോയിൻറ്റ്സ്, അതായത് 2 ഗിവൺ പോയിൻറ്റ്സ് തന്നിട്ടുണ്ടാവും, എന്നിട്ട് വെക്റ്റർ റെപ്രസെൻ്റ് ചെയ്യാൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഗിവൺ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് P1, സെക്കൻഡ് 1 എന്ന് പറഞ്ഞാൽ P2. അപ്പോൾ എന്താണ്? x1 y1 z1, P2 എന്ന് പറഞ്ഞാൽ x2 y2 z2. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വെക്റ്റർ P1 P2 ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, വെക്റ്റർ P1 P2. ഓക്കെ, അപ്പോൾ ഇവിടെ വെക്റ്റർ P1 P2 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ പോയിന്റ് P1ഉം ടെർമിനൽ പോയിന്റ് എന്ന് പറയുന്നത് P2 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? വെക്റ്റർ പൊസിഷൻ വെക്റ്റർ ഓഫ് P2 മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് P1. ഇതാണ് വെക്റ്റർ P1 P2 എന്ന് പറയുന്നത്. ഓക്കെ,
അതായത് ഇത് ട്രയാങ്കിൾ ലോ ഓഫ് അഡീഷൻ എന്ന് വരുന്ന സാധനമാണ്. നമുക്ക് കാണാണ്ട് ഇത്രയും വെക്റ്ററാണ്. അപ്പോൾ ഇത്രയും വെക്റ്റർ എന്ന് പറയുന്നത് ഇത് ഈ ഡയറക്ഷനിലുള്ളതാണ്. ഇതെന്താണ് OP1 ആണ്. ഓക്കെ, ഇത് ഇത്രയും എന്താണ് OP2 ആണ്. അപ്പോൾ നമുക്കറിയാം OP1 പ്ലസ് P1 P2 എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ നെഗറ്റീവ് ഡയറക്ഷൻ അല്ലേ? OP1 പ്ലസ് P1 P2 എന്ന് പറഞ്ഞാൽ എന്താണ് OP2 ആണ്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു സംഭവം എത്തിക്കുന്നത്. ഓക്കെ, കാരണം പൊസിഷൻ വെക്റ്റർ ഓഫ് P2 എന്ന് പറഞ്ഞാൽ OP2 ആണ്, പൊസിഷൻ വെക്റ്റർ ഓഫ് P1 എന്ന് പറഞ്ഞാൽ OP1 ആണ്. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക് മീനിങ് ഇതാണ്. പൊസിഷൻ വെക്റ്റർ 2 സബ്ട്രാക്ട് ചെയ്യുന്നതാണ്. നമ്മൾ 2 ഗിവൺ പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂവെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് പറയാം വെക്റ്റർ P1 P2 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് P2ൻ്റെ കോർഡിനേറ്റ് മൈനസ് P1ൻ്റെ കോർഡിനേറ്റ്. അപ്പോൾ എന്ത് വരും? x2 മൈനസ് x1i പ്ലസ് y2 മൈനസ് y1j പ്ലസ് z2 മൈനസ് z1k. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ വെക്റ്റേഴ്സ് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ given 2 pointsൽ വെക്റ്റർ റെപ്രസെൻറ്റേഷൻ. ഇതാ ക്വസ്റ്റ്യൻ നോക്കുക. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ദ സ്കേലാർ ആൻഡ് വെക്റ്റർ കമ്പോണൻറ്റ്സ് ഓഫ് ദ വെക്റ്റർ വിത്ത് ഇനിഷ്യൽ പോയിൻറ്റ് 2,1 ആൻഡ് ടെർമിനൽ പോയിൻറ്റ് -5,7. അപ്പം ഒരെണ്ണം ഒരു പോയിൻ്റ് ഞാൻ A ആയിട്ട് എടുക്കുന്നു. ഇതാണ് നമ്മുടെ പോയിൻ്റ് A, ഇതാണ് നമ്മുടെ പോയിൻ്റ് B. അപ്പോൾ കാണേണ്ടത് വെക്റ്റർ AB ആണ്. അപ്പോൾ വെക്റ്റർ AB കാണണമെങ്കിൽ ഇനിഷ്യൽ ടെർമിനൽ പോയിൻ്റ് മൈനസ് ഇനിഷ്യൽ പോയിൻ്റ്. അപ്പോൾ എന്താണ് -5 -2. ഓക്കെ, അപ്പോൾ എന്താണ് -5 -2. ഇത്ര എന്താണ് I ക്യാപ്പ് പ്ലസ് അടുത്ത് 7 ആണ് y2, 1 ആണ് y1. അപ്പോൾ എന്താണ് 7 - 1 j ക്യാപ്പ്. ഇവിടെ z കോർഡിനേറ്റ് ഇല്ല. z കോർഡിനേറ്റ് ഇല്ലെങ്കിൽ അത് 0k എന്ന് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എന്തൊരു -7i പ്ലസ് 6j. ഇതായിരിക്കും നമ്മുടെ വെക്റ്റർ AB എന്ന് പറയുന്നത്. ഇനി ഇവിടെ ചോദിച്ചത് ഫൈൻഡ് ദ സ്കേലാർ ആൻഡ് വെക്റ്റർ കമ്പോണൻസ് ആണ്. അപ്പോൾ സ്കേലാർ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ -7ഉം +6ഉം, ഐയും ജെയും ഇല്ലാത്ത സാധനം. ഇതിൻ്റെ ആൻസർ എന്താണ് -7ഉം 6ഉം. വെക്റ്റർ കമ്പോണൻസ് ഏതൊക്കെയാണ്? -7iയും 6jയും. ഓക്കെ, ഇതായിരിക്കും ഇതിൻ്റെ വെക്റ്റർ കമ്പോണൻസ്. ഓക്കെ, ഇനി നിങ്ങൾക്കിതിൽ നെക്സ്റ്റ് നമ്മുടെ സെക്ഷൻ ഫോർമുല. ഓക്കെ, സെക്ഷൻ ഫോർമുല എന്ന് പറയുന്നത് ലാസ്റ്റ് ഇയറിൽ സ്ട്രെയിറ്റ് ലൈൻസിൽ പഠിക്കുന്ന ആ സെയിം സാധനം തന്നെയാണ്. സ്ട്രെയിറ്റ് ലൈൻ, ഒരു ലൈനിൽ സെക്ഷൻ ഫോർമുല ഉദ്ദേശിക്കുന്നത് എന്താണ്? 2 പോയിൻറ്റ്സ് ഉണ്ട്. A എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട്, B എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട്. അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് ഒരു ലൈൻ. ആ AB എന്ന് പറയുന്ന ഒരു ലൈൻ്റെ ഇൻറ്റേർണൽ 2 ഡിവിഷൻസ് ഉണ്ടാവും. ഒന്ന് ഇൻറ്റേർണൽ ഡിവിഷൻ, രണ്ടാമത്തത് എക്സ്റ്റേണൽ ഡിവിഷൻ. അപ്പോൾ AB-യുടെ നടുക്ക് വെച്ചാണ് ഒരു പോയിൻ്റ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിന് ഇൻറ്റേർണൽ ഡിവിഷൻ എന്ന് പറയും. അപ്പോൾ എന്താണ്? ഒരു ലൈന് AB ഇതിൻ്റെ നടുക്ക് വെച്ച് ഒരു പോയിൻ്റ് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ആ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് പോയിൻ്റ് P, ഇതിൻ്റെ x,y, ഈ പോയിൻ്റ് കണ്ടുപിടിക്കുന്നതായിരുന്നു നമ്മൾ ലാസ്റ്റ് വർഷം അല്ലേ 11th പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ എന്താണ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ പോയിൻ്റ് മാറി, ഇനിയെല്ലാം എന്താണ് വെക്റ്റേഴ്സിൻ്റെ സംഭവമാണ്, പൊസിഷൻ വെക്റ്റേഴ്സിൻ്റെ രീതിയിലായിരിക്കും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയാണുള്ള എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് ഉണ്ട്. ഓക്കെ, പക്ഷേ കോർഡിനേറ്റ്സ് തരുന്നതിന് പകരം എന്തായിരിക്കും തരുന്നത്? എയുടെയും ബിയുടെയും പൊസിഷൻ വെക്റ്റേഴ്സ് ആയിരിക്കും തരുന്നത്. എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? ആ ഡിവിഷൻ നടക്കുന്ന പോയിൻ്റ് പിയുടെയും പൊസിഷൻ വെക്റ്റർ ആയിരിക്കും കാണേണ്ടത്. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ 2 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് P, ഇത് Q. ഇതിൻ്റെ നടുക്കൊരു പോയിൻ്റ് ഡിവൈഡ് ചെയ്യുന്നു, അതാണ് R. അത് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ഉണ്ട്. ആ റേഷ്യോനെ m:n എന്ന് പറയുന്ന റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. മറ്റിടത്തും അതേപോലെ തന്നെ ആയിരുന്നല്ലോ, m:n റേഷ്യോയിലായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം അവിടെ നമ്മൾ 11th പഠിച്ച ആ സെയിം കോർഡിനേറ്റ്സിനുള്ള ഫോർമുല പോലെ തന്നെയാണ് അതിലെന്തായിരുന്നു പഠിച്ച എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ mx2 + nx1 ഡിവൈഡഡ് ബൈ m+n എന്നാണ്. അവിടെ ആ x2ന് വരെ വെക്റ്റർ ബി, സെക്കൻഡ് വെക്റ്റർ m വെക്റ്റർ b + n വെക്റ്റർ b n വെക്റ്റർ a ഡിവൈഡഡ് ബൈ m-n. ഇവിടെ ഒറ്റ സാധനമേ വരുന്നുള്ളൂ, പൊസിഷൻ വെക്റ്റർ. 2 കോർഡിനേറ്റ്സ് ഒന്നും കാണുന്നില്ല, ഒറ്റ ഇതിൽ തന്നെ ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻറ്റേർണൽ ഡിവിഷൻ വന്നാലുള്ള ഫോർമുല. ഇനി അടുത്ത് നമ്മുടെ എക്സ്റ്റേർണൽ ഡിവിഷൻ ആണെങ്കിൽ ആ പ്ലസിൻ്റെ സ്ഥാനത്ത് ജസ്റ്റ് ഒന്ന് മൈനസ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ 2 രീതിയിലും പഠിച്ചു വെക്കുക. അപ്പോൾ അതാ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 വെക്റ്റേഴ്സ് തന്നിട്ടുണ്ട്.
find the position vector of point R which divides the line joining 2 points P and Q whose position vectors are I plus 2j minus k cap പിന്നെ എന്താണ് and minus I plus j plus k cap respectively in the ratio 2:1. okay, 2:1 ആദ്യം നമുക്ക് ഇൻറ്റേർണലിയും കാണണം, പിന്നെ നമുക്ക് എക്സ്റ്റേർണലിയും കാണണം. അപ്പോൾ ഇൻറ്റേർണലി കാണുമ്പോഴത്തേക്കും ഇവിടെ വെക്റ്റർ എ എന്ന് പറയുന്നത് എന്താണ്? I plus 2j minus k cap. വെക്റ്റർ ബി എന്ന് പറയുമ്പോൾ മൈനസ് ഐ പ്ലസ് ജെ പ്ലസ് കെ ക്യാപ്പ്. അപ്പോൾ ഇൻറ്റേർണൽ ഡിവിഷൻ റേഷ്യോ 2:1 ആണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെക്റ്റർ ആർ ഈസ് ഈക്വൽ ടു എം വെക്റ്റർ ബി പ്ലസ് എൻ വെക്റ്റർ എ ഡിവൈഡഡ് ബൈ എം പ്ലസ് എൻ വിച്ച് ഈസ് ഈക്വൽ ടു എം എന്ന് പറഞ്ഞാൽ 2 ആണ്, എൻ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 2 ഇൻറ്റു വെക്റ്റർ ബി ചെയ്യുക. വെക്റ്റർ ബി എന്താണ്? മൈനസ് ഐ പ്ലസ് ജെ പ്ലസ് കെ പ്ലസ് എൻ ഇൻറ്റു എൻ 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു നെക്സ്റ്റ് വെക്റ്റർ എ എന്ന് പറഞ്ഞാൽ ഐ പ്ലസ് 2j മൈനസ് കെ ഡിവൈഡഡ് ബൈ എം പ്ലസ് എൻ. എം പ്ലസ് എൻ എന്ന് പറയുമ്പോൾ 2 + 1 3. ഇനി ഇത് രണ്ടും ആഡ് ചെയ്യുക ന്യൂമറേറ്റർ. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ഇവിടെ എന്താണ്? മൈനസ് 2i ആണ്. മൈനസ് 2i പ്ലസ് 1. അപ്പോൾ എത്രയാണ്? -2 + 1. അപ്പോൾ -1. അപ്പോൾ മൈനസ് ഐ. നെക്സ്റ്റ് വരുമ്പോൾ 2i പ്ലസ് 2 അല്ല 2j പ്ലസ് 2j. അപ്പോൾ എത്രയാണ്? 4j. അപ്പോൾ പ്ലസ് 4j. നെക്സ്റ്റ് ഇവിടെ 2k ഉണ്ട് അല്ലേ? 2 ഇൻറ്റു k. അപ്പോൾ 2k പ്ലസ് ഇൻറ്റു -1 -1. അപ്പോൾ 2 - 1 1. അപ്പോൾ പ്ലസ് k. ഇനി ഡിവൈഡഡ് ബൈ എന്തുണ്ട്? ഡിവൈഡഡ് ബൈ 3 ഉണ്ട്. ആ 3 എല്ലാത്തിനും കൊടുക്കുന്നു. /3 അപ്പോൾ ഇതായിരിക്കും പൊസിഷൻ വെക്റ്റർ ഓഫ് ദാറ്റ് പോയിൻ്റ്. ഓക്കെ, ആ ഡിവൈഡ് ചെയ്യുന്ന പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്റ്റർ. ഓക്കെ, ഇത് ഇൻറ്റേർണൽ ഡിവിഷൻ. എക്സ്റ്റേർണൽ ഡിവിഷൻ വരുമ്പോഴത്തേക്ക് ആ പ്ലസിൻ്റെ സ്ഥാനത്ത് ജസ്റ്റ് ഒന്ന് മൈനസ് ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെ വെക്റ്റേഴ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള അഡീഷൻ, സബ്ട്രാക്ഷൻ, ഒരു മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ സ്കേലാർ നമ്പർ വെച്ചുള്ള മൾട്ടിപ്ലിക്കേഷൻ, വെക്റ്റർ കോമ്പോണൻസ്, സ്കേലാർ കോമ്പോണൻസ്, നെഗറ്റീവ് വെക്റ്റർ, യൂണിറ്റ് വെക്റ്റർ. അപ്പോൾ ഇതൊക്കെ വെക്റ്റേഴ്സിൻ്റെ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത അഡീഷൻ മാറി. ഇനി അടുത്ത നെക്സ്റ്റ് എന്താണ്? അഡീഷൻ, സബ്ട്രാക്ഷൻ മാറി. യെസ്, ക്ലിയർ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്തായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 വെക്റ്റേഴ്സ്. മെട്രിക്സിലും അതുപോലെ അല്ലേ? നമുക്ക് അഡീഷന് സബ്ട്രാക്ഷനൊക്കെ കുഴപ്പമില്ല, ജസ്റ്റ് ചുമ്മാ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് പോയാൽ മതി. പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ ചില റൂൾസ് ഉണ്ട് അല്ലേ? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ റോ കോളം റോ അങ്ങനെയൊക്കെ കറക്റ്റ് സെലക്ട് ചെയ്ത് എടുത്ത് വേണം നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ അതേപോലെ തന്നെയാണ്. വെക്റ്റർ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോഴും വേറൊരു ഫോമിലാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സിമ്പിൾ സാധനം തന്നെയാണ്. അപ്പോൾ ഒരു 2 വെക്റ്റേഴ്സ് തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 2 രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ 2 ടൈപ്പാണ്. ഒന്ന് ഫസ്റ്റ് ടൈപ്പാണ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ സ്കേലാർ പ്രോഡക്റ്റ്. അപ്പോൾ സ്കേലാർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ 2 വെക്റ്റേഴ്സ് സ്കേലാർ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ വരുന്നതും ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ വേറൊരു പേരും കൂടെ പറയും, ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയും. ഒന്നിൽ സ്കേലാർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്താണ്? ഡോട്ട് പ്രോഡക്റ്റ്. സെക്കൻഡ് ടൈപ്പാണ് വെക്റ്റർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അതിനെ നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എന്നും പറയും. അപ്പോൾ ആ വെക്റ്റർ പ്രോഡക്റ്റ് ആ മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ ചെയ്താൽ ഫൈനൽ ആൻസർ എന്തായിരിക്കും കിട്ടുന്നത്? ഫൈനൽ ആൻസർ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. അതിനകത്ത് ഐയും ജെയും കെയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കാം. ഫസ്റ്റ് സ്കേലാർ പ്രോഡക്റ്റ്. അപ്പോൾ ഫസ്റ്റ് അതിന് ഡോട്ട് പ്രോഡക്റ്റ് എന്നേ പറയാം. അപ്പോൾ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ് കിട്ടുന്നത്. നമുക്ക് 2 രീതിയിൽ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യാം. ഒന്ന്, ആംഗിൾ ബിറ്റ്വീൻ 2 വെക്റ്റേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫോർമുല, അതാണ് ഇതാ ഇവിടെ തന്നിട്ടുള്ള എ ഡോട്ട് വെക്റ്റർ ബി. അപ്പോൾ എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? തീറ്റ എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും ഇടയിലുള്ള ആംഗിളാണ്. ഓക്കെ, ഇതാണ് ആംഗിൾ തീറ്റ. അപ്പോൾ ഒന്ന് നമുക്ക് ഈ രീതി ചെയ്യാം. സെക്കൻഡ് വേ എന്ന് പറഞ്ഞാൽ 2 വെക്റ്റേഴ്സ് നമുക്ക് തന്നിട്ടുണ്ടാകും. ഓക്കെ, ഇതാ സെക്കൻഡ് രീതി എന്ന് പറയുന്നത് നമുക്ക് ഇതാ എയുടെ വെക്റ്റർ കോമ്പോണൻസ് എന്ന് പറയുന്ന a1i പ്ലസ് a2j പ്ലസ് a3k. ഇനി വെക്റ്റർ ബി എന്ന് പറയുന്നത് വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു b1i പ്ലസ് b2j പ്ലസ് b3k
പ്ലസ് B3K. അപ്പോൾ ഇവിടെ A ഡോട്ട് B കാണണമെങ്കിൽ A ഡോട്ട് B ഈസ് ഈക്വൽ ടു വെക്റ്റർ A ഡോട്ട് വെക്റ്റർ B. ഇതിൻ്റെ കറക്റ്റ് സ്കേലാർ കറസ്പോണ്ടിങ് വരുന്ന സ്കേലാർ കമ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് പോവുക. അപ്പോൾ എന്താണ് A1 B1 പ്ലസ് A2 B2 പ്ലസ് A3 B3. ഓക്കെ, A1 A2 പ്ലസ് A1 B1 പ്ലസ് A2 B2 പ്ലസ് A3 B3. അപ്പോൾ ഇതെന്തായി? ഇതായിരിക്കും നമ്മുടെ ഡോട്ട് പ്രോഡക്റ്റ്. അപ്പോൾ രണ്ട് രീതിയിലും ചെയ്യാം. ഓക്കെ, ഇനി ഇതിൽ കൂടുതലും നിങ്ങൾക്ക് ഇതിൽ വരുന്നതെന്ന് പറയുന്നത് ആംഗിൾ കണ്ടുപിടിക്കാനൊക്കെ ആയിരിക്കും. ഓക്കെ, രണ്ട് ഡോട്ട് പ്രോഡക്ട്സ് തന്നിട്ട് ആംഗിൾ രണ്ട് വെക്റ്റേഴ്സ് തന്നിട്ട് ആംഗിൾ കണ്ടുപിടിക്കാൻ. സർ, വെൻ വി ക്യാൻ സേ വെദർ ടു വെക്റ്റേഴ്സ് ആർ ഈക്വൽ. രണ്ട് വെക്റ്റേഴ്സ് ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ ജസ്റ്റ് ആ മെട്രിക്സിലോട്ട് തന്നെ പോവാം. രണ്ട് മെട്രിക്സ് ഈക്വൽ എന്ന് നമുക്ക് എപ്പോൾ പറയാൻ പറ്റും? പൈത്തൺ. യെസ്, രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ അവരുടെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് അല്ലേ, രണ്ട് മെട്രിക്സ് എയും മെട്രിക്സ് ബിയുടെയും കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആണെങ്കിൽ ദോസ് ടു മെട്രിക്സസ് ആർ ഈക്വൽ. അതേപോലെ നമ്മുടെ വെക്റ്റേഴ്സിലും രണ്ട് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ്, ഓക്കെ, അതായത് കറസ്പോണ്ടിങ് കമ്പോണൻസ് ഈക്വൽ ആണെങ്കിൽ അത് ഈക്വൽ വെക്റ്റേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ഒരു മിനിറ്റ്, ഒറ്റ സെക്കൻഡ്. നമ്മുടെ ഇത് മാറിപ്പോയി, ഒരു മിനിറ്റ്, ഇപ്പോൾ ചെയ്തു തരാം. ഇപ്പോൾ രണ്ട് വെക്റ്റേഴ്സ് ഈക്വൽ, വെക്റ്റർ A ഈസ് ഈക്വൽ ടു വെക്റ്റർ B ആണെങ്കിൽ A1I പ്ലസ് A2J പ്ലസ് A3K ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ വെക്റ്റർ B1I പ്ലസ് B2J പ്ലസ് B3K. രണ്ട് വെക്റ്റേഴ്സ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം A1 ഈസ് ഈക്വൽ ടു B1, ഇതും ഈക്വൽ ആയിരിക്കും. അതേപോലെ A2 ഈസ് ഈക്വൽ ടു B2 ആയിരിക്കും. അതേപോലെ A3 ഈസ് ഈക്വൽ ടു B3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ വെക്റ്റേഴ്സ് ഈക്വൽ ആണെങ്കിൽ അവരുടെ കറസ്പോണ്ടിങ് കമ്പോണൻസ് ഈക്വൽ ആയിരിക്കും. ഒറ്റ സെക്കൻഡ്. ഓക്കെ, യെസ് സർ, ഈ കൊല്ലത്തെ മാത്സ് എക്സാം ഈസി ആകുമോ? ഈസി ആകുമായിരിക്കും. CBSE അല്ലേ? CBSE എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലെവൽ കീപ്പ് ചെയ്യുന്നതാണല്ലോ. പഠിച്ചാൽ എന്തായാലും ഈസി ആയിരിക്കും, അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഒരു മിനിറ്റ്, നമ്മുടെ ഒറ്റ സെക്കൻഡ്, സ്ലൈഡ് ഒന്ന് മാറിപ്പോയി. ഓക്കെ, യെസ്. അപ്പോൾ അതായത് നോക്കിയേ, നെക്സ്റ്റ് ഫൈൻഡ് magnitude of vector A minus vector B if two vectors A and B are such that magnitude of A is equal to 2, magnitude of B is equal to 3. അടുത്ത എന്താണ്? A dot B is equal to 4 ആണ്. ഓക്കെ, A dot B is equal to 4. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ടത് മാഗ്നിറ്റ്യൂഡ് ഓഫ് A മൈനസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് B, ഇതിൻ്റെ മോഡുലസ് ആണ് നമുക്ക് വേണ്ടത് അല്ലേ. അതായത് ഇതിൻ്റെ മോഡുലസിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവരുടെ രണ്ട് പേരുടെയും ഡോട്ട് പ്രോഡക്റ്റ് ആയിരിക്കും. അതായത് വെക്റ്റർ A മൈനസ് വെക്റ്റർ B ഡോട്ട് വെക്റ്റർ A മൈനസ് വെക്റ്റർ B ആയിരിക്കും. കാരണം അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. അതായത് ഇത്രയേ ഉള്ളൂ. ഞാനിപ്പം ഇതിനൊന്ന് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ജസ്റ്റ് ഒന്ന് നോക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും? A ഡോട്ട് A, അടുത്ത എന്താണ്? A ഡോട്ട് A ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു. അടുത്ത A ഡോട്ട് B. ഓക്കെ, പക്ഷേ ഒരു പ്ലസ് ഇൻറ്റു മൈനസ് വന്നു. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? മൈനസ് വെക്റ്റർ A ഡോട്ട് വെക്റ്റർ B. നെക്സ്റ്റ് മൈനസ് B ഇൻറ്റു A, അതായത് B ഡോട്ട് A. അപ്പോൾ മൈനസ് B ഡോട്ട് A. നെക്സ്റ്റ് എന്താണ്? മൈനസ് ഇൻറ്റു മൈനസ്, അതായത് നമ്മൾ ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന പോലെ അങ്ങനെ ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ മൈനസും പ്ലസ് B ഡോട്ട് B.
എ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ അത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ ആയിരിക്കും. എ ഡോട്ട് എ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ. കാരണം എന്താണ് എ ഡോട്ട് എ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ വരാൻ കാര്യം, സെയിം വെക്റ്റേഴ്സ് തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ ആ വെക്റ്ററിൻ്റെ എന്താണ് മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആയിരിക്കും. കാരണം പറഞ്ഞുതരാം, അത് ആ റീസൺ തന്നെയാണ് ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതിയത്. അതായത് സെയിം വെക്റ്റേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ്, വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ എ. നമ്മൾ എ ഡോട്ട് ബിയുടെ ഫോർമുല അറിയാം, എ ബി കോസ് തീറ്റയാണ് അല്ലേ, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ. ഇവിടെ എന്ത് തന്നെയാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു കോസ് തീറ്റ. ഇവിടെ തീറ്റ എന്താണ്, രണ്ട് സെയിം വെക്റ്റേഴ്സ് ആണെങ്കിൽ അവർ തമ്മിലുള്ള ആംഗിൾ എന്താണ്, അവർ തമ്മിലുള്ള ആംഗിൾ 0 ആണ്. കോസ് 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്, കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വന്നു, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ, മറ്റേത് 1 വന്നു. അതുകൊണ്ടാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഹോൾ സ്ക്വയർ എന്ന് പറയാം, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഹോൾ സ്ക്വയർ. അപ്പോൾ റിസൾട്ട് ഇത്രയേ ഉള്ളൂ, രണ്ട് സെയിം വെക്റ്റേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ ആ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ ആയിരിക്കും. അപ്പോൾ അത് ഇവിടെ ഫസ്റ്റ് എഴുതിയ നോക്കിയാൽ, ഇവിടെ എൻ്റെ പുതിയ വെക്റ്റർ എന്ന് പറഞ്ഞാൽ വെക്റ്റർ എ മൈനസ് വെക്റ്റർ ബി ആണ്. ഓക്കെ, അപ്പോൾ ആ സെയിം വെക്റ്ററിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ എന്താണ്, ആ എ മൈനസ് ബിയുടെ മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആയിരിക്കും ഇപ്പുറത്തെ സൈഡിൽ അല്ലേ. അപ്പോൾ തിരിച്ചെഴുതിയെന്നേ ഉള്ളൂ, വെക്റ്റർ എ മൈനസ് വെക്റ്റർ ബി മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ആ സെയിം വെക്റ്റേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ്. എന്നിട്ട് ഞാനിത് എക്സ്പാൻഡ് ചെയ്തു. കാരണം നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും ഇതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓക്കെ, എ ഡോട്ട് എ സെയിം വെക്റ്റേഴ്സിൻ്റെ വരുമ്പോഴത്തേക്കും മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ ആയിരിക്കും. ഇനി വെക്റ്റർ എ ഡോട്ട് ബി, ഇവിടെ എ ഡോട്ട് ബി ആണ്, ഇവിടെ ബി ഡോട്ട് എ ആണ്, രണ്ടും സെയിം തന്നെയാണ്. സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. എ ഡോട്ട് ബിയും ബി ഡോട്ട് എയും സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിന് എനിക്ക് എങ്ങനെ എഴുതാം, -2 എ ഡോട്ട് ബി, രണ്ടും കൂടെ കമ്പൈൻ ചെയ്തു ഇത് രണ്ടും, പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ആണ്. ബാക്കി എല്ലാം തന്നിട്ടുണ്ട്. 2 ഇൻറ്റു എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ 4, നെക്സ്റ്റ് വൺ എന്താണ് 3 സ്ക്വയർ. അപ്പോൾ എന്താണ് 4 - 8 + 9. അപ്പോൾ 9 - 8 1 5. അപ്പോൾ എത്ര ആൻസർ കിട്ടി, 5 ആണ് വെക്റ്റർ എ മൈനസ് വെക്റ്റർ ബിയുടെ മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ചോദിച്ചത്. പക്ഷേ എന്താണ്, ഇവരുടെ രണ്ടുപേരുടെയും മാഗ്നിറ്റ്യൂഡാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ, സ്ക്വയർ ആവശ്യമില്ല. അപ്പോൾ ഫൈനൽ ആൻസർ എന്ത് വരും, വെക്റ്റർ എ മൈനസ് വെക്റ്റർ ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ √5 ആയിരിക്കും ആൻസർ. ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് 5. ഓക്കെ, ഇനി നമുക്ക് ഡോട്ട് പ്രോഡക്റ്റിനകത്ത് തന്നെ രണ്ട് വെക്റ്റേഴ്സ് തന്നിട്ട് അവരുടെ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ചോദിക്കും. ഓക്കെ, അപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ ഇതൊരു വെക്റ്റർ ഇതൊരു വെക്റ്റർ അല്ലേ. അപ്പോൾ എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ. അപ്പോൾ എ ഡോട്ട് ബി നമുക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം അല്ലേ, ഒന്ന് ഈ ഫോർമുല വെച്ചിട്ടും, അല്ലെങ്കിൽ എന്താണ് രണ്ട് വെക്റ്റേഴ്സാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എന്താണ് 1 × 1, അപ്പോൾ എത്രയാണ് 1. അടുത്തെന്താണ് 1 ഇൻറ്റു ജെയുടെ കോയിഫിഷ്യൻറ്റ് 1 ഇൻറ്റു -1 ആണ്. അപ്പോൾ 1 ഇൻറ്റു -1 -1. നെക്സ്റ്റ് എന്താണ് -1 ഇൻറ്റു കെയുടെ -1 അല്ലേ. അപ്പോൾ ഇവിടെ -1. ഇതാണ് എ ഡോട്ട് ബി എന്ന് പറയുന്നത് അല്ലേ. A1 B1 + A2 B2 + A3 B3 അതേ ചെയ്തുള്ളൂ. റൈറ്റ് ഹാൻഡ് സൈഡിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ എത്രയാണ് √1² + 1² + 1². ഇനി അടുത്ത മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ആണെങ്കിലോ അതും 1² + 1² + 1² കോസ് തീറ്റ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എന്ത് വന്നു, -1 ഈസ് ഈക്വൽ ടു ഇവിടെ √3 അല്ലേ, √3 ഇൻറ്റു √3 കോസ് തീറ്റ. √3 ഇൻറ്റു √3 3 ആണ്. അപ്പോൾ -1/3 ഈസ് ഈക്വൽ ടു കോസ് തീറ്റ എന്ന് കിട്ടി. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, കോസ് ഇൻവേഴ്സ് ഓഫ് -1/3. എന്ത് കിട്ടി, കോസ് ഇൻവേഴ്സ് ഓഫ് -1/3. അപ്പോൾ ഇങ്ങനെ ആംഗിൾ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ രണ്ട് വെക്റ്റേഴ്സ് തരുമ്പോൾ എ ഡോട്ട് ബി മറ്റേ രീതിയിൽ കണ്ടുപിടിക്കുക. ഓക്കെ, A1 B1 + A2 B2 ആ രീതിയിലും, ബാക്കിയുള്ളത് തീറ്റ അവിടെ നിന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല, ഫൈൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൽ നെക്സ്റ്റ് ഉള്ളതാണ്, യെസ്, അടുത്ത ടോപ്പിക്കാണ് നമ്മുടെ പ്രൊജക്ഷൻ ഓഫ് എ വെക്റ്റർ ഓൺ എ ലൈൻ. ഓക്കെ, അപ്പോൾ പ്രൊജക്ഷൻ ഓഫ് എ വെക്റ്റർ ഓൺ എ ലൈനിൽ പറയുമ്പോഴത്തേക്കും ഇത്ര ഓർത്താൽ മതി. ഇപ്പോൾ അതായത് ഇപ്പോൾ ഇവിടെ ഒരു വെക്റ്റർ ഉണ്ട്, വെക്റ്റർ എ,
ഇത് ഒരു വേറൊരു വെക്റ്റർ ബി. അപ്പോൾ വെക്റ്റർ ബി എന്ന് പറയുന്നത് എയിൽ ഉണ്ടാക്കുന്ന പ്രൊജക്ഷൻ. ഓക്കെ, എയിൽ ഉണ്ടാക്കുന്ന എന്താണ്? പ്രൊജക്ഷൻ. അതിനെയാണ് നമ്മൾ പറയുന്ന പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ ബി ഓൺ എ. അല്ലെങ്കിൽ ഇനി തിരിച്ചാണെങ്കിൽ ഈ എ എന്ന് പറയുന്ന വെക്റ്റർ ബിയിൽ ഉണ്ടാക്കുന്ന പ്രൊജക്ഷൻ. അപ്പോൾ ജസ്റ്റ് അറിയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ എ ഓൺ വെക്റ്റർ ബി എന്ന് ചോദിച്ചാൽ ഇത്രയും ചെയ്താൽ മതി. എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ ഏതിൻ്റെ മേലെയാണോ വരുന്നത് അവൻ്റെ മാഗ്നിറ്റ്യൂഡ്, അയാളുടെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. ഇനി തിരിച്ചാണ് ചോദിച്ചിരുന്നെങ്കിൽ പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ ബി ഓൺ വെക്റ്റർ എ ആണെങ്കിൽ ഇതേ സാധനം തന്നെയാണ്. എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ ആരുടെ മാഗ്നിറ്റ്യൂഡ് എഴുതണം? ആരുടെ മേലെയാണോ വരുന്നത് അയാളുടെ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. രണ്ടാമത് പറയുന്ന ആരുടെയാണോ അയാളുടെ. ഓക്കെ, ഇതാണ് പ്രൊജക്ഷൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും ചെയ്യേണ്ടത്. അപ്പോൾ പ്രൊജക്ഷനിൽ എവിടെ അപ്പോൾ രണ്ട് വെക്റ്റേഴ്സ് വന്നാൽ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അടുത്ത മൾട്ടിപ്ലിക്കേഷനാണ് നമ്മുടെ ക്രോസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ വെക്റ്റർ പ്രോഡക്റ്റ്. അപ്പോൾ വെക്റ്റർ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ആൻസർ വരുമ്പോഴത്തേക്കും എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ഇതിനകത്തും രണ്ട് ടൈപ്പിൽ നമുക്ക് വെക്റ്റർ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, ഒന്ന് ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ, സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ആംഗിൾ തന്നിട്ടില്ലെങ്കിൽ. ഓക്കെ, രണ്ട് വെക്റ്റർ റെപ്രസെൻറ്റേഷനാണ് തന്നിട്ടുണ്ടെങ്കിൽ വെക്റ്റർ പ്രോഡക്റ്റ് എങ്ങനെ കാണാം? സിമ്പിളാണ്. ആദ്യത്തേത് ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? എ ക്രോസ് ബി. അപ്പോൾ ഓക്കെ, ഡിനോട്ട് ചെയ്ത എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്പ്. കാരണം എ ബി എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡാണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്റ്റേഴ്സ്. ഈ എൻ ക്യാപ്പ് ഇവിടെയാണ് ആ വെക്റ്റർ കോമ്പോണൻറ്റ് വരുന്നത്. ഈ എൻ ക്യാപ്പ് ഉദ്ദേശിക്കുന്നത് ഡയറക്ഷനാണ്. നമുക്ക് എ ക്രോസ് ബി ചെയ്യുമ്പോൾ കിട്ടുന്ന ഡയറക്ഷൻ. ഇനി ക്രോസ് പ്രോഡക്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, നമ്മൾ രണ്ട് വെക്റ്റേഴ്സിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ, ഇത് വെക്റ്റർ എ, ഇത് വെക്റ്റർ ബി. ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ പുതിയൊരു വെക്റ്ററാണ്. ആ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി ആയിരിക്കും. അപ്പോൾ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ വെക്റ്റർ എയുടെയും എ ആൻഡ് ബിക്ക് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഫൈൻഡ് എ വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് വെക്റ്റർ എ ആൻഡ് ബി. ഇത്രയും മാത്രമേ ക്വസ്റ്റ്യൻ ചോദിച്ചുവെങ്കിൽ അതിൻ്റെ മീൻ ചെയ്യുന്ന എന്താണ്? ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ദോസ് ടു വെക്റ്റേഴ്സ് ആണ് അവർ മീൻ ചെയ്യുന്നത്. ഓക്കെ, ക്രോസ് പ്രോഡക്റ്റ്. അപ്പോൾ എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ എന്താണ്? ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ യൂസിങ് ഡിറ്റർമിനൻസ്. അവിടെ ആംഗിൾ തരത്തില്ല, രണ്ട് വെക്റ്റേഴ്സിൻ്റെ വെക്റ്റർ കമ്പോണൻസ് തരും, വെക്റ്റർ ഫോം തരും. അപ്പോൾ ഫോം തരുമ്പോഴത്തേക്കും ഇതൊരു വെക്റ്റർ A1 I പ്ലസ് A2 J പ്ലസ് A3 K, വെക്റ്റർ B ഈസ് ഈക്വൽ ടു B1 I പ്ലസ് B2 J പ്ലസ് B3 K. അപ്പോൾ എ ക്രോസ് ബി കണ്ടുപിടിക്കണമെങ്കിൽ ഇത്രയേ ഉള്ളൂ. ആദ്യം IJK ഫസ്റ്റ് എലമെൻറ്റ്സ്. ഓക്കെ, ഫസ്റ്റ് റോയിൽ എഴുതുക. സെക്കൻഡ് റോയ്ക്കകത്ത് ഫസ്റ്റ് എ ക്രോസ് ബി ആണ് ചോദിച്ചെങ്കിൽ ആദ്യത്തെ എലമെൻറ്റ്സ്. ഓക്കെ, ആദ്യത്തെ വെക്റ്ററിൻ്റെ സ്കേലാർ കോമ്പോണൻസ് റോ വൈസ് എഴുതുക. A1 A2 A3. നെക്സ്റ്റ് ലൈനിൽ തേർഡ് റോയിൽ എങ്ങനെ എഴുതണം? തേർഡ് റോയിൽ സെക്കൻഡ് വെക്റ്ററിൻ്റെത് എഴുതുക, B1 B2 B3. അപ്പോൾ ഒരിക്കലും എ ക്രോസ് ബിയും ബി ക്രോസ് എയും സെയിം അല്ല, അത് നേരെ മൈനസ് വരും. ഓക്കെ, അതായത് കമ്മ്യൂട്ടേറ്റീവ് അല്ല. എ ക്രോസ് ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് റോ വൈസ് ഇത് എഴുതുമ്പോൾ കറക്റ്റായിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നിച്ചുള്ള നോക്കാം. ഓക്കെ, ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നുകൂടെ അടുത്ത നോക്കാം. എ ക്രോസ് ബിയുടെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇനി എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു 0. ഓക്കെ, എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വെക്റ്റർ എ ഈസ് പാരലൽ ടു വെക്റ്റർ ബി ആയിരിക്കും. കാരണം എന്താണ്? 0 വരികയാണെങ്കിൽ അവിടെ ആംഗിൾ 0, സൈൻ തീറ്റ 0 വന്നാലും മൊത്തത്തിൽ 0 എ ക്രോസ് ബി അല്ലേ. അപ്പോൾ 0 വരികയാണെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് പാരലലാണ്. അത് രണ്ട് തമ്മിൽ ആംഗിൾ ഒന്നുമില്ല, അപ്പോൾ പാരലാണ്. അതേപോലെ നമ്മുടെ ഡോട്ട് പ്രോഡക്റ്റിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, രണ്ട് വെക്റ്റേഴ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് 0 ഉണ്ട്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റും കൂടെ ഉണ്ട്, അപ്പോൾ അതും കൂടെ മനസ്സിലാക്കി വെച്ചോ.
ഇനി ഇവിടെ 90 ഡിഗ്രി മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. കാരണം എന്താണ്, സൈൻ 90 എന്ന് പറയുമ്പോൾ 1 ആയി പോകും. അപ്പോൾ ആ ഒരു ഇത്. ഇനി ഐ ക്രോസ് ഐ എന്ന് പറഞ്ഞാൽ അത് 0 ആണ്. കാരണം എന്താണ്, ഐ ക്രോസ് ഐ സെയിം വെക്റ്റേഴ്സ് ആകുമ്പോൾ അത് 0 ആയി പോകും, സൈൻ 0. ജെ ക്രോസ് ജെ 0, കെ ക്രോസ് കെ 0. ഇനി അതേപോലെ ഐ ക്രോസ് ജെ എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്, കെ ക്യാപ്പ് ആയിരിക്കും. ഓക്കെ, കാരണം 90 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, 90 ആണെങ്കിൽ ഐ ക്രോസ് ജെ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ജെ ഇൻറ്റു സൈൻ 90 അല്ലേ. അപ്പോൾ അതെന്താണ്, 1 ആണ് അല്ലേ. പിന്നെ ഇൻറ്റു എൻ ക്യാപ്പ് ഉണ്ട്. എൻ ക്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഐയുടെയും ജെയുടെയും പെർപെൻഡിക്കുലർ വരുന്ന യൂണിറ്റ് വെക്റ്റർ, അതെന്താണ്, കെ ക്യാപ്പാണ്, ഡയറക്ഷനാണ്. അപ്പം മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ എത്രയാണ്, 1. മാഗ്നിറ്റ്യൂഡ് ഓഫ് ജെ എത്രയാണ്, 1. സൈൻ 90 എത്രയാണ്, 1. എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, കെ ക്യാപ്പ്. അതുകൊണ്ടാണ് കെ ക്യാപ്പ്. ഓക്കെ, അപ്പോൾ ഐ ക്രോസ് ജെ ക്രോസ് എന്ന് പറഞ്ഞാൽ കെ ആണ്, ജെ ക്രോസ് കെ എന്ന് പറഞ്ഞാൽ ഐ ആണ്, കെ ക്രോസ് ഐ എന്ന് പറഞ്ഞാൽ ജെ ആണ്. ഓക്കെ, അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മുടെ വെക്റ്റർ ക്രോസ് പ്രോഡക്റ്റിനകത്ത് മെയിനായിട്ട് വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് 2 വെക്റ്റേഴ്സിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ 2 ആപ്ലിക്കേഷൻസ് പഠിച്ചു വെക്കുക. ഒന്നെന്ന് പറയുന്നത് വെക്റ്റർ എയും വെക്റ്റർ ബിയും ഒരു ട്രയാങ്കിളുടെ അഡ്ജസൻറ്റ് സൈഡ്സ് ആണെങ്കിൽ, 2 ട്രയാങ്കിളുടെ അഡ്ജസൻറ്റ് സൈഡ്സ് ആണെങ്കിൽ അവരുടെ ഏരിയ കണ്ടുപിടിക്കുന്നത് എന്താണ്, ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ആയിരിക്കും. ഓക്കെ, എന്താണ്, ഒരു ട്രയാങ്കിളുടെ 2 അഡ്ജസൻറ്റ് സൈഡ്സ് ആയിരിക്കും. ഓക്കെ, ഇതായിരിക്കും വെക്റ്റർ എ, ഇതായിരിക്കും വെക്റ്റർ ബി. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആദ്യം എ ക്രോസ് ബി കണ്ടുപിടിക്കുക, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഹാഫ് ആയിരിക്കും ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ഇനി പാരലോഗ്രാം ആണെങ്കിലോ, പാരലോഗ്രാം ആണെങ്കിൽ ഒരു ട്രയാങ്കിളുടെ ഡബിൾ ആയിരിക്കും പാരലോഗ്രാം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഹാഫാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഹാഫ് ഇൻറ്റു എ ക്രോസ് ബി മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ പാരലോഗ്രാമിൻ്റെ വരുമ്പോൾ 2 ഇൻറ്റു ഹാഫിൻ്റെ, അപ്പോൾ 2 ഇൻറ്റു ക്യാൻസലായി, എന്താണ് ഇത് മൊത്തത്തിൽ ഏരിയ ആകുമ്പോൾ എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ ഈ 2 സാധനങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലത്തിൽ നിന്ന് തന്നെ നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് അങ്ങ് ചെയ്തു പോവാം. ഓക്കെ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ പാരലോഗ്രാം whose adjacent sides are given by the vectors vector A is equal to and vector B is equal to. അപ്പോൾ ഏരിയ ഓഫ് ദ പാരലോഗ്രാം ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു, ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡാണ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. അപ്പോൾ എ ക്രോസ് ബി കണ്ടുപിടിക്കാം. എ ക്രോസ് ബി എന്താണ്, ഐ ജെ കെ എഴുതി ഫസ്റ്റ് റോയിൽ. സെക്കൻഡ് റോയിൽ എന്താണ്, എയുടെ സ്കേലാർ കോമ്പോണൻസ് എഴുതുന്നു. എയുടെ സ്കേലാർ കോമ്പോണൻസ് എന്തൊക്കെയാണ്, 3 1 4. ഓക്കെ, 3 1 4. ഇനി നെക്സ്റ്റ് വെക്റ്റർ ബീൻ്റെ സ്കേലാർ കോമ്പോണൻസ് എഴുതുന്നു. 1 -1 1. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുന്നു. ഓക്കെ, അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കാണുമ്പോഴത്തേക്കും എന്താണ്, ഡിറ്റർമിനൻറ്റ് വാല്യൂ കാണുന്നു. അപ്പോൾ ഡിറ്റർമിനൻറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം, റോ വൈസ് ചെയ്യാം, കോളം വൈസ് ചെയ്യാം, ഏത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ ഐ ക്യാപ്പ് ഐ വെച്ച് ചെയ്യുന്നു. ഫസ്റ്റ് റോ വൈസ് ആണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വന്നു, 1 ഇൻറ്റു 1 1, മൈനസ് ഓഫ് -4, അപ്പോൾ 1 + 4 5. അടുത്ത മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു, അടുത്ത എന്ത് വരും, 3 ഇൻറ്റു 1 3 -4, 3 - 4 -1. നെക്സ്റ്റ് പ്ലസ് കെ ഇൻറ്റു എത്ര വരും, -3 -1, അപ്പോൾ -4. അപ്പോൾ ആൻസർ എന്ത് വന്നു, 5i മൈനസ് പ്ലസ് ആയി -4k പ്ലസ് ജെ -4k. ഇതാണ് നമ്മുടെ എ ക്രോസ് ബി കിട്ടി. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏരിയ എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു √5² + 1² + 4². അപ്പോൾ എന്താണ്, 25 + 1 26 + 16. ഓക്കെ, അപ്പോൾ എത്രയാണ്, 42. അപ്പോൾ √42 യൂണിറ്റ്സ് ആയിരിക്കും ഏരിയ. ഓക്കെ, √42. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ വെക്റ്റർ ഓൾജിബ്രയിലുള്ള മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ലാസ്റ്റ് നമുക്കൊരു കേസ് സ്റ്റഡി, ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്യാം. ഓക്കെ, യെസ്, അപ്പോൾ ലാസ്റ്റ് കേസ് സ്റ്റഡിയിൽ നിന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ അതാ ഇവിടെ ഒരു കേസ് സ്റ്റഡി വന്നിട്ടുണ്ട്. സോളാർ പാനൽസ് കാണാമല്ലോ. യെസ്, solar panels have to be installed carefully so that the tilt of the roof and the direction to the sun produce the largest possible electrical power in the solar panels.
A surveyor uses his instruments to determine the coordinates of the four corners of a roof where solar panels are to be mounted. In the picture, suppose the points are labeled counterclockwise from the roof corner nearest to the camera in units of meters. P1, P2, P3, P4 ആൻഡ് P4. അതായത് ഇത്രയേ ഉള്ളൂ. ഇതൊരു ഇവിടെ ഈ ഒരു റൂഫിൽ ഇവിടെ ഒരു വീടുണ്ടല്ലോ, നല്ല അടിപൊളി വീട് അല്ലേ. ഇവിടെ ഇന്ത്യയിലുള്ളതൊന്നുമല്ല, വേറെ ഒരു യൂറോപ്പിലുള്ള ഏതോ ഒരു വീടാണ്. അപ്പോൾ ഇവിടെ എന്താണ്, മഞ്ഞും പെയ്യുന്നുണ്ട്, സോളാർ പാനലും വെക്കുന്നുണ്ട് അല്ലേ. കൺസെപ്റ്റ് മനസ്സിലായില്ല, എന്നാലും പോട്ടെ. അപ്പോൾ അതാ ഇവിടെ ഈ ഒരു റൂഫിൽ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഈ റൂഫിൻ്റെ 4 കോർഡിനേറ്റ്സ് ആണ് തന്നിട്ടുള്ളത്, P1, P2, P3, P4 എന്നൊക്കെ. ഓക്കെ, P3, P4. ഓക്കെ, ഇനി ഇവിടെ അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് 6, 8, 4, 21, 8, 4, 21, ഓരോ 4 കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാ നെക്സ്റ്റ്, അപ്പോൾ വേറൊന്നുമില്ല, 4 പോയിൻറ്റ്സ് തന്നു. ഇനി നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ലേ, നമുക്ക് ഈ കേസ് സ്റ്റഡിയും നോക്കാം. ഓക്കെ, ഫസ്റ്റ് നോക്കിക്കോ, വാട്ട് ആർ ദ കോമ്പോണൻറ്റ്സ് ടു ദ എഡ്ജ് വെക്റ്റേഴ്സ് ഡിഫൈൻഡ് ബൈ വെക്റ്റർ എ ഈസ് ഈക്വൽ ടു പി വി. പി വി എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്റ്റർ ആണ്. പൊസിഷൻ വെക്റ്റർ ഓഫ് P2 മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് P1. ഓക്കെ, ആൻഡ് വെക്റ്റർ ബി എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്റ്റർ ഓഫ് P4 മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് P1. ജസ്റ്റ് ഒന്നുമില്ല, വെക്റ്റർ എ എന്ന് പറയുന്നത് അവർ പറഞ്ഞിട്ടുള്ളത് എന്താണ്, എയും ബിയും കണ്ടുപിടിക്കാൻ ചോദിച്ചു. എൻ്റെയും ബീൻ്റെ കമ്പോണൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്, അതായത് സ്കേലാർ കമ്പോണൻസ്. അപ്പോൾ വെക്റ്റർ എ എന്ന് പറഞ്ഞാൽ എന്താണ്, പൊസിഷൻ വെക്റ്റർ ഓഫ് P2 മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് P1. ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ അല്ലേ, 2 പോയിൻറ്റ്സിൻ്റെ പൊസിഷൻ വെക്റ്റേഴ്സ്, അതാണ് വെക്റ്റർ എ എന്ന് പറയുന്നത്. അപ്പോൾ P2 P1 എന്തൊക്കെയാണെന്ന് നോക്കുക. P2 എന്താണ്, ഇതാ P2 എന്ന് പറഞ്ഞാൽ 21, 8, 4. ഓക്കെ, P2ൻ്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 21, 8, 4. P1ൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 6, 8, 4. ഓക്കെ, 6, 8, 4. ഓക്കെ, 6, 8, 4. അപ്പോൾ അതെ, പൊസിഷൻ വെക്റ്റർ ഓഫ് P2 മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് P1. അപ്പോൾ എന്താണ്, 2 പോയിൻറ്റ്സിൻ്റെ അല്ലേ, നമ്മൾ 2 മൈനസ് ചെയ്യാം. x2 മൈനസ് x1 x2 മൈനസ് x1, y2 മൈനസ് y1, z2 മൈനസ് z1. അപ്പോൾ 21 മൈനസ് എന്ത് ചെയ്യുക, 6 ചെയ്യുക. ഓക്കെ, അപ്പോൾ 21 മൈനസ് 6 കറക്റ്റാണല്ലോ, P2 ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ 21 മൈനസ് 6 15. അപ്പോൾ 15 ആയി. അടുത്തെന്താണ്, 8 മൈനസ് 8 0. അപ്പോൾ 0J പ്ലസ് 4 മൈനസ് 4, അപ്പോൾ എത്ര വന്നു, 0K. അപ്പോൾ ഇതായിരിക്കും വെക്റ്റർ എ എന്ന് പറയുന്നത്. ഓക്കെ, വെക്റ്റർ എ. ഇനി നെക്സ്റ്റ് വെക്റ്റർ ബി എന്ന് പറയുന്നത് എന്താണ്, പൊസിഷൻ വെക്റ്റർ ഓഫ് P4 മൈനസ് P1. അപ്പോൾ ഇനി P4 എന്താണെന്ന് എഴുതുക. P4 എന്താണ്, P4ൻ്റെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട് 6, 16, 10. 6, 16, 10. ഓക്കെ, അപ്പോൾ വെക്റ്റർ ബി എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്റ്റർ ഓഫ് P4 മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് P1. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാം. പൊസിഷൻ വെക്റ്റർ ഓഫ് P4 എത്രയാണ്, 6 മൈനസ് 6, അപ്പോൾ 0 ആയി. അടുത്ത് 16 മൈനസ് 8, അപ്പോൾ എത്രയാണ്, പ്ലസ് 8J. അടുത്ത് 10 മൈനസ് 4, അപ്പോൾ എത്രയാണ്, 6K. ഇതാണ് വെക്റ്റർ എയും വെക്റ്റർ ബിയും. ഇവരുടെ കമ്പോണൻസ് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കമ്പോണൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിവിടെ എന്ത് ചെയ്യാം, വെക്റ്റർ എയിൻ്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ എയുടെ കമ്പോണൻസ്, അതിൻ്റെ ആ ഒരു എന്താണ് സ്കേലാർ കമ്പോണൻസ് എഴുതുക. 15, 0, 0. ഇനി അടുത്ത് ബിയുടെ കമ്പോണൻസ് എന്തൊക്കെയായിരിക്കും, ബിയുടേത് 0, 8, 6. ഓക്കെ, 0, 8, 6. 8, 6. ഓക്കെ, ഇതായിരിക്കും ഇതിൻ്റെ കമ്പോണൻസ്. നെക്സ്റ്റ് ഇതേ കേസ് സ്റ്റഡിയിൽ തന്നെ അടുത്ത് ചോദിച്ചിട്ടുള്ള സെക്കൻഡ് വൺ, റൈറ്റ് ദ വെക്റ്റർ ഇൻ ദ സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ വിത്ത് I, J and K where I cap, J cap and K cap are the unit vectors along 3 axes. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ വെക്റ്റർ എയും വെക്റ്റർ ബിനെയും സ്കേലാർ അല്ലേ സ്റ്റാൻഡേർഡ് നൊട്ടേഷനിൽ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. ആ സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ തന്നെയാണ് നമ്മളിത് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പാർട്ടിൻ്റെ ആൻസർ ഇതാണ്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വാട്ട് ആർ ദ മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി ഇൻ വാട്ട് യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ വെക്റ്റർ എയുടെ വെക്റ്റർ ബിയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. മാഗ്നിറ്റ്യൂഡ് എന്താണ്, സെയിം സാധനം അല്ലേ. എയുടെ സ്കേലാർ കമ്പോണൻറ്റ് ഇതായിരിക്കും. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ത് വരും, √15
15 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ. അപ്പോൾ ആൻസർ എന്താണ്? 15. ഇനി അടുത്ത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്തായിരിക്കും? റൂട്ട് ഓഫ് 0 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ. അപ്പോൾ എത്രയാണ്? റൂട്ട് ഓഫ് 64 പ്ലസ് 36 റൂട്ട് 100 വരും. 100ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 10 വരും. ഓക്കെ, 10 ആയിരിക്കും ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. നെക്സ്റ്റ് അടുത്ത് ചോദിച്ചിട്ടുള്ള 2, 3 ഇതൊക്കെ കണ്ടുപിടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4 എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ കമ്പോണൻസ് ടു ദ വെക്റ്റർ എൻ. പുതിയൊരു സാധനം വന്നിട്ടുണ്ട്. വെക്റ്റർ എൻ പെർപെൻഡിക്കുലർ ടു വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി ആൻഡ് ദി സർഫസ് ഓഫ് ദ റൂഫ്. ഓക്കെ, അപ്പം വെക്റ്റർ എയ്ക്കും വെക്റ്റർ ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്റ്റർ കണ്ടുപിടി. അതാണ് വെക്റ്റർ എൻ എന്ന് പറയുന്നത്. ഓക്കെ, എയുടെയും ബിയുടെയും പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത്. അപ്പോൾ രണ്ട് വെക്റ്റേഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് മറ്റൊരു വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ ക്രോസ് ബി ആയിരിക്കും അല്ലേ? എ ക്രോസ് ബി എന്ന് പറയുന്നതായിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ട വെക്റ്റർ എൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെക്റ്റർ എൻ നമുക്ക് എങ്ങനെ ചെയ്യാം? വെക്റ്റർ എൻ ഈസ് ഈക്വൽ ടു എ ക്രോസ് ബി കണ്ടുപിടിക്കുക. എ ക്രോസ് ബി ആണെങ്കിൽ ഐ ക്യാപ്പ് ജെ ക്യാപ്പ് കെ ക്യാപ്പ്. വെക്റ്റർ എ ഫസ്റ്റ് ലൈനിൽ എഴുതുക. വെക്റ്റർ എ എന്ന് പറഞ്ഞാൽ 15 അല്ലേ? 15 ഓക്കെ, മറ്റേ 086. ഓക്കെ, അപ്പോൾ 15 0 0 0 8 6. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുക. ഡിറ്റർമിനൻ്റ് ആണ് ഏറ്റവും എളുപ്പം. എന്താണ്? ഏറ്റവും കൂടുതൽ സീറോസ് ഉള്ളത് എടുക്കുക. അപ്പോൾ സീറോസ് ഉള്ളതാകുമ്പോൾ ഞാൻ സെക്കൻഡ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ എന്താണ്? 15 ഇൻറ്റു സെക്കൻഡ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും 6j മൈനസ് 8k. ഓക്കെ, 6j ഇവിടെ ഒരു മൈനസ് കൂടെ ഉണ്ടാവും. 6j മൈനസ് 8k. അപ്പോൾ എത്രയാണ്? 15 30 90. അപ്പോൾ മൈനസ് 90j മൈനസ് മൈനസും പ്ലസ് ആയി 15 60 120. അപ്പോൾ 120k. അപ്പോൾ ഇതായിരിക്കും വെക്റ്റർ എൻ എന്ന് പറയുന്നത്. ഓക്കെ, വെക്റ്റർ എൻ. അപ്പോൾ ഇത്രയായിരിക്കും നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും അല്ലേ, കേസ് സ്റ്റഡി വരുമ്പോഴത്തേക്കും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അത് സെയിം റിലേറ്റ് ചെയ്തിട്ടുള്ള തന്നെ ആയിരിക്കും അതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെക്റ്റർ ആൾജിബ്ര എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓക്കെ, താങ്ക് യു.